السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له وأن سيدنا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وأعوانه وأتباعه وأهل بيته وسلم عبده ورسوله الذي كان متواصل الأحزان دائم الفكرة ليست له راحة طويل السكت لا يتكلم في غير حاجة كلامه فصل لا فضول ولا تقصير ليس بالجافي ولا مهين يعظم النعمة وإن دقت لا يضم منها شيئا غير أنه لم يذم ذباقا ولا يمدحه ولا يغضبه الدنيا ولا ما كان لها إذا أعرض أشاح جل ضحكه التبسم يفتر عن مثل حب الغمام يتلألأ وجهه تلألؤ القمر ليلة البدر اللهم فابليه عنا السلام اللهم فابليه عنا السلام اللهم فابليه عنا السلام اذكرنا يا محمد عند ربك صلى الله عليه وسلم نكلمك تصور न ख्याल तोरी सीना मेरे आरज़ो मोहम्मद मेरी दुस्त जो मदीना मगगा हो मुस्तफ़ा हो मेरी अज़मतों ने पूछो तुझे देख कर जहन्नम को भी आ गया पसीना मेरी जिंदगी को चाहो मुझे ले चलो मदीना मुझे मौत भी जो आए तो हज़ामने मदीന സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക മർത്യരക്തക്കറ പറ്റിയ ദംഷ്ട്രയിൽ മന്നന്തര സ്മൃതി കോർത്ത ബിംബങ്ങളെ സത്യവിശ്വാസ പ്രകാശധാവള്യത്താൽ നിത്യപ്രവാഹാൽ തകർത്ത പ്രബോധക വായ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോദിയ വിജ്ഞാനദായക വായ്പിനെന്ന് അത്യുന്നതത്തിൽ നിന്ന് വാ തുറന്നോദിയ വിജ്ഞാനദായക അന്നം കൊടുപ്പിൻ പശിക്കെതിരാദ്യത്തെ അംഗം കുറിച്ചൊരവശ സംരക്ഷക ക്ഷമിപ്പിൻ ക്ഷമാശീലനാണത്രയും ശക്തനെന്നോദിയ വേദപാരംഗത അങ്ങയെ ചൂഴോം 1000 ഓർമ്മകൾ ആത്മഹർഷം വിതച്ചെത്തുമീ വേളയിൽ ബന്ധൂര ചിന്തകൾ ജീവന്റെ ജീവനിൽ കുന്തിരിക്കം പുകച്ചെത്തുമീ മാത്രയിൽ കൈകോർത്തുമേവുന്ന മണ്ണും ആകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയും ആശംസയും കൈകോർത്തുമേവുന്ന മണ്ണുമാകാശവും കൈമാറി നിൽപ്പൂ സ്തുതിയും ആശംസയും പരിശുദ്ധമായ ദീനീ വിജ്ഞാനങ്ങളുടെ പ്രസരണം നടത്തപ്പെടാൻ വേണ്ടി SKSSFന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാര് ഈ പ്രവിശാലമായ മട്ടുപ്പാവിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന ഐതിഹാസികമായ വിജ്ഞാന പ്രസരണത്തിന്റെ ആധ്യാത്മിക അഭ്യുന്നതി പ്രദാനം ചെയ്യുന്ന ഇതിഹാസ തുല്യമായ ഈ സദസ്സിൽ പരിശുദ്ധമായ വേദിയ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക വിദ്യാഭ്യാസ സാമൂഹിക വിപ്ലവ മേഖലകളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ചു
കേട്ടുകൊണ്ടിരിക്കുന്ന ഉന്നത ശീർഷരായ വ്യക്തിത്വങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ജ്യേഷ്ഠാനുജന്മാരെ, ഉമ്മബെങ്ങന്മാരെ, യുവ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഭാരതാംബയിൽ വിനീതനായ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ സഹോദര മതസ്ഥരായ എന്റെ സഹൃദയരായ സ്നേഹിതരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ നടത്തപ്പെടുന്ന ത്രിദിന മതപ്രഭാഷണ പരിപാടിയുടെ പ്രഥമ സുദിനമായ ഇന്ന് ഇവിടെ വരാൻ, നിങ്ങളുടെ മുമ്പിൽ സമാഗതനാകാൻ, നിങ്ങളുമായിട്ട് സംവേദനം നടത്താൻ ഹ്രസ്വ സന്ദർഭങ്ങളാണെങ്കിലും തൗഫീഖ് തന്ന് അരുളിയിരിക്കുന്ന തമ്പുരാനെ, നിനക്കാണ് സർവസ്തുതിയും. അല്ലാഹുവേ, എല്ലാം പടച്ചത് നീയാണ്. ഇവിടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയവനും നീയാണ്. എവിടെന്നാണ് ഞങ്ങൾ കടന്നു വന്നത് എന്ന് ഞങ്ങൾക്കൊരു പിടുത്തമില്ല തമ്പുരാനെ. ഇത് ഏതോ ഒരു വിശ്രമസ്ഥലം, ഇത് ഏതോ ഒരു സത്രം, ഇത് ഏതോ ഒരു വഴിയമ്പലം. കാലത്തിന്റെ പലകപ്പുറത്തു ശരണം കാണാതെയും നമ്മളെ ചാലേ നല്ല കരുക്കൾ പോൽ വിധി വെട്ടുന്നുഹാ, നിരത്തുന്നുഹാ. എത്രയെത്ര യുഗങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്. ഹേമന്തങ്ങളെ കണ്ടതും മനുഷ്യ നമ്മളാണ്, വസന്തത്തെ കണ്ടതും നമ്മളാണ്, ഗ്രീഷ്മം കണ്ടതും നമ്മളാണ്, ശൈത്യം കണ്ടതും നമ്മളാണ്, ഉഷ്ണം കണ്ടതും നമ്മളാണ്. എത്രയെത്ര കാലത്തിന്റെ ഇതിഹാസ തുല്യമായ ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്ന മലയാളത്തിന്റെ ജ്ഞാനപീഠം കൊണ്ടുവന്ന മഹാശ്വതാ ദേവി എന്ന് പറയുന്ന ഉന്നതയായ കൊൽക്കത്തയുടെ സാഹിത്യകാരി ഇന്നലെയുടെ സായം സന്ധ്യയിലാണ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. 91 വയസ്സുകാരിയായ മഹേശ്വതാ ദേവി. ആ മഹേശ്വതാ ദേവിയാണ് കൊൽക്കത്തയുടെ മടിത്തട്ടിലേക്ക് ജ്ഞാനപീഠത്തെ കൊടുത്തതെങ്കിൽ കേരളത്തിന് ആദ്യം ജ്ഞാനപീഠത്തെ കൊണ്ടുവന്ന മലയാളത്തിന്റെ ഉന്നതനായ സാഹിത്യ ശിരോമണി ജി ശങ്കരക്കുറുപ്പ് ഈ ഭൗതിക ലോകത്തിനെ പറ്റി പാടിപ്പോയി. കാലം ഇനിയും വരും, വർഷം വരും, വിഷു വരും, തിരുവോണം വരും, ഓരോ പൂവിനും കായ് വരും, അന്ന് ആരെന്നും എന്തെന്നും ആർക്കറിയാം. എത്ര കാലങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മൂകസാക്ഷി പോലെ കാലം, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മൗനസാക്ഷി പോലെ കാലം. നമ്മുടെ ഉത്ഥാനങ്ങളെ കണ്ടതും കാലമാണ്, നമ്മുടെ പതനങ്ങളെ കണ്ടതും കാലമാണ്, ഇന്നലകളെ കണ്ടതും കാലമാണ്, ഇനി നാളെ കാണാനിരിക്കുന്നതും കാലം തന്നെയാണ്. കാലമേ, നീ അത്ഭുതപ്പെടുത്തുന്ന പ്രതിഭാസമാണ്. കാലമേ, നീ ആശ്ചര്യപ്പെടുത്തുന്ന മഹിമാഭിലാസമാണ്. കാലമേ, ഞങ്ങളുടെ വല്യപ്പയെ കണ്ടതും നീ തന്നെയാണ്. കാലമേ, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതും നീ തന്നെയാണ്. കാലമേ, ഞങ്ങളുടെ പേരമക്കൾ ഇവിടുത്തെ പൗരന്മാരായി ഊതി ചുറ്റുമ്പോൾ ഞങ്ങൾ ആറടി മണ്ണിലാണ്, ഞങ്ങൾ ശ്മശാന മൂഖതയിലാണ്, ഞങ്ങൾ കബറാളികളാണ്. ഞങ്ങളുടെ പേരക്കുട്ടികൾ ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത് കാണാൻ ഭാഗ്യം ലഭിക്കുന്നവർ ഞങ്ങളല്ല, അത് നീ മാത്രമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു പോയത്, വൽ അസ്ർ, ഈ കാലം തന്നെയാണ് സത്യം. സത്യം ചെയ്യാൻ ഒരാളെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് കാലമാണ്. നമ്മുടെ പതനങ്ങളെ കണ്ട കാലം, നമ്മുടെ വിജയങ്ങളെ കണ്ട കാലം, നമ്മുടെ ഉത്ഥാനങ്ങളെ കണ്ട കാലം, എല്ലാ തലമുറകളും പോയ മൂകസാക്ഷിയായ കാലം. ആ കാലത്തെ സത്യം ചെയ്യാൻ അല്ലാഹു അല്ലാഹുവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സർവാധിരാജനായ തമ്പുരാനെ, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഈ പ്രപഞ്ചാണ്ട കടാഹത്തിന്റെ അത്ഭുതാപകമായ പ്രതിഭാസങ്ങളെ നീ വെറുതെ പഠിച്ചതല്ല തമ്പുരാനെ. അതുകൊണ്ട് സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നാളെ നരകാഗ്നിയിലേക്ക് ഹോമിക്കപ്പെടുന്ന ഒരു ബറകായി എന്റെ ശരീരത്തെ മാറ്റുന്നതിൽ നിന്ന് എന്നെ സംരക്ഷിക്കണേ തമ്പുരാനെ എന്ന് അല്ലാഹു നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞു പോയി. അതാണ് പശ്ചാത്താപ വിവശമായ മനസ്സിന്റെ സാന്നിധ്യം. അതാണ് ഏറ്റവും വലിയ ദുഃഖഭാരം പേറിയ മനസ്സിന്റെ നൊമ്പരം. അത് തന്നെയാണ് നമ്മളെല്ലാം മനസ്സാന്നിധ്യത്തോടുകൂടെ മതത്തെ സമീപിക്കേണ്ടവരാണ്. അല്ലാഹുവേ,
ഞാൻ ദുൽമ ചെയ്തു പോയിരിക്കുകയാണ്. സുന്നത്തമൻ, ഒരുത്തന്റെ സുന്നത്തിനോട്, ഒരു മഹാനേതാവിന്റെ സുന്നത്തിനോട്. ആരാണ് ആ നായകൻ? ആരാണ് ആ സാത്വികൻ? അഹ്യല്ലലാമ ഇലാ അൻ ഇസ്തഖത് ഖദമാഹു അദ്ദുറ ബിൽ വറമി ഇലാ അൻ ഇസ്തഖത് ഖദമാഹു. ആരാണ് ആ മനുഷ്യൻ? അഹ്യല്ലലാമ, രാത്രിയെ ജീവിപ്പിച്ച മനുഷ്യനാണ്. അത് ലോകത്തിന്റെ പ്രതിഭാസമ്പന്നനായ മനുഷ്യനാണ്. ശ്രീനാരായണ ഗുരുവിനെ പോലും അത്ഭുതപ്പെടുത്തിയ ഇതിഹാസ തുല്യമായ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സമ്പൽ സമൃദ്ധമായിരിക്കുന്ന ആശ്ചര്യദായകമായ മഹത്തായിരിക്കുന്ന നേതൃത്വമാണ്. ആ ശ്രീനാരായണ ഗുരു പോലും പരിശുദ്ധ റസൂലിനെ പറ്റി പാടിപ്പോയി. പുരുഷാകൃതി പൂണ്ട ദൈവമോ, ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ്വര പവിത്ര പുത്രനോ, കരുണാവാം നബി മണിമുത്തുരത്നമോ, ലോകത്തിന്റെ നായകൻ മുത്തുരത്നമാണോ പരിശുദ്ധ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങപ്പെടണം ഈ സദസ്സ്. നമ്മൾ എന്തിനാണ് ഒരുമിച്ച് കൂടിയത്? ആമിനാന്റെ മുത്തുമോനില്ലാതെ എവിടെയാണ് ഒരു സദസ്സ് കൂടിയത്? ആലോചിക്കണം നമ്മളെല്ലാം. അതുകൊണ്ട് അല്ലാമ ഇഖ്ബാൽ പരിശുദ്ധ റസൂലിനെ പറ്റി വാചാരനായി പോയി. ദഗ്ധപാതനായിട്ട് മദീനയുടെ മണരാരണ്യത്തിലേക്ക് നടന്നുപോയ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, ആ ഇഖ്ബാൽ തന്നെ പരിശുദ്ധ റസൂലിന്റെ റൗളയുടെ പച്ചക്കുബ്ബയെ നോക്കിയിട്ട് വാചാരനായി പോയി. പരിശുദ്ധ റസൂല് ചന്ദ്രനിലും അവിടുത്തെ പ്രഭയാണ്, സൂര്യനിലും അവിടുത്തെ പ്രകാശമാണ്. കരയിലും അവിടുത്തെ പ്രകാശമാണ്, കടലിലും അവിടുത്തെ പ്രകാശമാണ് നബിയെ. അങ്ങയുടെ വെട്ടമില്ലാതെ എവിടെയാണ് വെളിച്ചമുള്ളത്? ലോകത്തിന്റെ അന്ധകാരത്തിന്റെ നഭോമണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്. മനുഷ്യന്റെ ഹൃദയം പ്രകാശിക്കുമ്പോഴാണ് ഇവിടെ വെളിച്ചം വരുത്താൻ സാധ്യമാകൂ എന്ന് അങ്ങ് മനുഷ്യത്വത്തിലൂടെ പഠിപ്പിച്ചു പോയി. അവിടുത്തെ അയൽവാസി ആരാണ്? ഒരു ജൂതനാണ്. ആയിഷ ബീവിയുടെ അടുക്കളയിൽ വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യുമ്പോ ആയിഷ, നമ്മുടെ അയൽപ്പക്കത്തുള്ളത് ജൂതനാണ്, ജൂതന്റെ കുടുംബമാണ്, അവരും മനുഷ്യരാണ്. അക്രിം ജാറക വലൗകാന കാഫിറ, അന്യമതസ്ഥനായാലും ശരി അയൽപ്പക്കം തന്നെയാണ്, അവനെ മാനിക്കണം എന്ന് പറയുന്ന മനുഷ്യത്വത്തിന്റെ ഉന്നതമായ മേൽവിലാസത്തിന്റെ സംഗീതാത്മകമായ സങ്കീർത്തനത്തെ ലോകത്തിന്റെ മുമ്പിലേക്ക് യശസ്സോടുകൂടെ വിളംബരം ചെയ്ത പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നായകനാണ് മനുഷ്യത്വത്തെ പഠിപ്പിച്ചു പോയത്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ മനുഷ്യത്വം ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് IS തീവ്രവാദികൾ കടന്നു വന്നത്രേ. അവര് കറുത്ത ശീലയിൽ വെള്ള പെയിന്റ് അടിച്ചിട്ട് ഇസ്ലാമിനെ വിമലമായി ചിത്രീകരിക്കുകയാണ്, ഇസ്ലാമിനെ അമ്ലമായി ചിത്രീകരിക്കുകയാണ്. കൊറിയക്കാരനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കടുത്തിറക്കുകയാണ്, റഷ്യക്കാരനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് 10 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ AK-47 പിസ്റ്റൾ കൊടുത്തിട്ട് സൂക്ഷ്യം ആ റഷ്യക്കാരനെ കൊലപ്പെടുത്തണം കുഞ്ഞുമോനെ 10 വയസ്സുകാരെ എന്ന് ആരാണ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? ഐസിസ് തീവ്രവാദിയാണ്. ആ ഐസിസിനെ ഇന്ന് അമേരിക്കയിൽ വായിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്, റഷ്യയിൽ വായിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്, കൊറിയയിൽ വായിക്കപ്പെടുന്നത് ഇസ്ലാമിന്റെ പേരിലാണ്. എന്താണ് എന്റെ മുസ്ലിങ്ങളെ നമ്മുടെ ദൗത്യം? നമ്മൾ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഏറ്റവും വലിയ ഒരു ദൗത്യമുള്ളത്. ദൂർ ദുനിയാ ക മേരെ ദം സേ അന്ധേരാ ഹോ ജായേ ഹർ ജഗാ മേരേ ചമക്നെ സേ ഉജാലാ ഹോ ജായേ. ഒരു കൊച്ചുകുട്ടിയുടെ സ്വപ്നമാണ്. ഞാൻ അഭിമാനത്തോടുകൂടെ പറയുകയാണ്, ഈ വർഷം എന്റെ സ്ഥാപനം ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കഴിഞ്ഞ കാലത്തെ റെക്കോർഡുകളെ മുഴുവൻ തകർത്തെറിഞ്ഞിട്ട് ഒരു പുതിയ റെക്കോർഡോടുകൂടെയാണ് ആയിരക്കണക്കിന് മക്കളാണ് അഡ്മിഷൻ നേടാൻ വേണ്ടി ക്യൂ നിന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ ഡോക്ടർമാരുടെ മക്കളുണ്ട്, അതിൽ എഞ്ചിനീയർമാരുടെ മക്കളുണ്ട്,
മക്കളുണ്ട്, അതിൽ തലയെടുപ്പുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മക്കളുണ്ട്. ആ ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചു പോയി, എന്റെ കുഞ്ഞുമോൻ ഇനി പ്രത്യക്ഷപ്പെടേണ്ടത് വെറും ഒരു ഭൗതിക ഡിഗ്രി നേടിയിട്ടല്ല, അവൻ ലോകത്തിന്റെ അപ്പോസ്തലനായി അറിയപ്പെടേണ്ടത് ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ടാണ്, ഇസ്ലാമിന്റെ തലപ്പാവ് ധരിച്ചിട്ടാണ്, ഇസ്ലാമിന്റെ തൊപ്പി ധരിച്ചിട്ടാണ്. എന്നിട്ട് അവൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ മതത്തിന്റെ സ്നേഹത്തെ ഇംഗ്ലീഷ് ഭാഷയിൽ, ഉറുദു ഭാഷയിൽ, മലയാള സാഹിത്യത്തിൽ, സ്വതസിദ്ധമായ അറബി ഭാഷയിൽ. ിരിക്കുന്നത് ലോകത്തെ തന്നെ പ്രഭാഷണ വേദികളിൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു നമുക്ക് വരദാനമായി നൽകിയ എന്റെ ജ്യേഷ്ഠ സഹോദരനായ സിംസാറുൽ ഹഖ് ഹുദവിയാണ്. അഭിമാനിക്കണം നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുമ്പോ? അള്ളാഹുവേ നിന്നെ സ്തുതിക്കുകയാണ് തമ്പുരാനെ. ഒരു കാലത്ത് ഞങ്ങൾ ആരാണ് തമ്പുരാനെ? ഞങ്ങളുടെ വല്ലിപ്പ മൈമാക്ക ജിദ്ദ എയർപോർട്ടിലേക്ക് ജോലി അന്വേഷിച്ചിട്ട് ഫ്ലൈറ്റ് കയറിയപ്പോ ഞങ്ങളുടെ വല്ലിപ്പാന്റെ അട്ടപ്പെട്ടി കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാര് തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ വല്ലിപ്പാന്റെ പെട്ടിയിൽ നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഉണക്ക ചെമ്മീൻ, അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ അച്ചാറ്, പൊരിച്ചുപോയ അവില്, ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ്, അടുക്കളയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ്. ആ വല്യപ്പാന്റെ പേരക്കുട്ടി സിംസാറുൽ ഹഖ് എന്ന പേരോടുകൂടെ ഇന്ന് ഓരോ ആഴ്ചയും ദുബൈ വിമാനത്താവളത്തിൽ നിന്ന് കരിപ്പൂരിൽ വന്നിട്ട് വിമാനമിറങ്ങുമ്പോൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാര് ക്വാളിഫിക്കേഷനെ പറ്റി അന്വേഷണം നടത്തുമ്പോൾ ഉണക്ക അച്ചാറല്ല കൊടുക്കാനുള്ളത്, പൊരിച്ചാവിലല്ല കാണിച്ചു കൊടുക്കാനുള്ളത്, ബിരുദാനന്തര ബിരുദങ്ങളുടെ സർട്ടിഫിക്കറ്റാണ്. അല്ലാഹുവേ, ഈ സമുദായത്തെ നീ അസ്സത്തിലാക്കി ഇരിക്കുകയാണ് തമ്പുരാനെ. ഇന്നിന്റെ ദിവസം മറ്റൊരു ദിവസം തന്നെയാണ്. നമുക്ക് സാക്ഷി പറയപ്പെടേണ്ട സുദിനം പോലെ നമ്മുടെ അനുജ സഹോദരനായ ദാറുൽ ഹുദാ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ സന്താനമായ പൊന്മളക്കാരനായ കോട്ടക്കലിന്റെ ഒതുക്കുങ്ങലിന്റെ അടുത്തുള്ള ഗഫൂർ ഹുദവി എന്ന് പറയുന്ന നമ്മുടെ യുവ ചെറുപ്പക്കാരനായ ഹുദവി സുഹൃത്ത് ഇന്ന് യുണൈറ്റഡ് ഓർഗനൈസേഷന്റെ, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ അസംബ്ലിയെ ആണ് അഭിസംബോധന ചെയ്തത്. എന്ന് പറഞ്ഞാൽ UNOയുടെ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ഏക മലയാളി, ഈ അവസരം ലഭിച്ച ഏക മലയാളി. ആകെ 3 ഇന്ത്യക്കാരെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ 3 ഇന്ത്യക്കാർ UNOയുടെ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുമ്പോ ആ 3 ഒരൊറ്റ മലയാളിയാണ്. അത് ദാറുൽ ഹുദയുടെ സന്താനമാണ്. സർവമതക്കാരെയും പ്രതിനിധീകരിച്ചിട്ട് UNOയുടെ അസംബ്ലിയെ അഭിസംബോധന ചെയ്യാൻ കടന്നുപോയത്. അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. നമ്മുടെ മക്കളെ ഇനി നമുക്ക് ആക്കാനുള്ളത്, നമ്മുടെ മക്കളിലൂടെ നമുക്ക് സ്വപ്നം കാണാനുള്ളത്, ദൂർ ദുനിയാ കെ മേരെ ദം സേ അന്ധേരാ ഹോ ജായേ, हर जगह मेरे चमकने से उजाला हो जाए. अल्लाहुए मेरे सबब से पूरी दुनिया के अंधेरा दूर होना चाहिए. ये मेरे चाहत है, इसके लिए मेरे दिल के अंदर तड़प खुशी की ठाटी मार रही है. अल्लाहुए, ഒരു കുട്ടിയായ എൻ്റെ സ്വപ്നം നാളെ ഒരു പണ്ഡിതനാകാനാണ് എന്ന് നമ്മുടെ മതം പഠിക്കാൻ പോകുന്ന മുതഅല്ലിമീങ്ങൾ പറയാണ്. ഫിഖഹിന്റെ കൂടെ മതത്തിന്റെ കൂടെ അവർ ഭൗതികം നേടിയെടുക്കുകയാണ്. പുതിയ ലോകത്തോട് സംവദിക്കാൻ ആവശ്യമായിരിക്കുന്ന വിജ്ഞാനങ്ങളെ സമ്പാദിക്കുകയാണ്. അവരെ നട്ടെല്ല് നിവർത്തിയിട്ട് സമുദായത്തിന്റെ മുമ്പിൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ചുണ്ടിൽ ഒരു പ്രാർത്ഥന പീലി വിടർത്തുകയാണ് എന്ന് ആ കുഞ്ഞുമോൻ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് 2 കൈയും നീട്ടിയിട്ട് ദുആ ചെയ്തിട്ട് പറഞ്ഞു പോയി. അല്ലാഹുവേ, എന്റെ ആഗ്രഹങ്ങൾ എന്റെ ചുണ്ടിന്റെ മുകളിലൂടെ കടന്നു വരികയാണ് തമ്പുരാനെ. എന്താണ് കുഞ്ഞുമോനെ നിന്റെ ആഗ്രഹം എന്ന് പരിശുദ്ധ തമ്പുരാൻ ആ കുട്ടിയോട് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പറയാനുള്ള മറുപടി, ജിന്ദഗി ശംകി സൂറത്ത് ഹോ ഖുദായാ മേരി, എന്റെ ജീവിതം ഒരു മെഴുകുതിരി പോലെ കത്തിജ്വലിക്കട്ടെ തമ്പുരാനെ.
ഒരു മെഴുകുതിരി പോലെ എൻ്റെ ജീവിതം ജ്വലിക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയണം. നമ്മുടെ കുട്ടികൾ ഇനി കരവാളല്ല കയ്യിലേന്തേണ്ടത്. A+ നേടിയ കുഞ്ഞുമോനെ, നീ കൊട്ടേഷൻ സംഘത്തിൽ മെമ്പർഷിപ്പ് എടുക്കേണ്ടവനല്ല. നീ ബാലനിരീക്ഷണ ശാസ്ത്രത്തെ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ പഠിക്കേണ്ടവനാണ്. നീ സോളജി പഠിക്കേണ്ടവനാണ് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ. നീ അനാട്ടമി പഠിക്കണം, നീ MBBS പഠിക്കണം, നീ ഹൗസ് സർജൻസിന്റെ കോഴ്സ് പാസ്സാകണം, എന്നിട്ട് രോഗികളെ ചികിത്സിക്കണം. പക്ഷെ നീ മതത്തെ പഠിച്ചിട്ട് തന്നെയാകണം. മതത്തോടുകൂടെയുള്ള ഭൗതികത്തെ നീ നേടിയെടുക്കുമ്പോഴാണ് ആണത്തത്തോടുകൂടെ, അഭിമാനത്തോടുകൂടെ, ആർജവത്തോടുകൂടെ പുതിയ നവലോക സംസ്കൃതിയോട് സംവദിക്കാൻ നിനക്ക് സാധിക്കൂ എന്റെ കുഞ്ഞുമോനെ എന്ന് നിന്റെ പാഠശാലയിലെ പുസ്തകങ്ങൾ നിന്നോട് മന്ദസ്മിതത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജിന്ദഗി ശമ്മകി സൂറത്ത് ഖുദായാ മേരി. അല്ലാഹുവേ, എന്റെ ജീവിതം ഒരു മെഴുകുതിരിക്ക് സമാനമാകണേ തമ്പുരാനെ. ഇന്നത്തെ ക്യാമ്പസുകളെ പറ്റി നിങ്ങൾ പഠനം നടത്തണം. അധ്യാപകന്മാരെ സ്കൂളിന്റെ ക്ലാസ് റൂമുകളിൽ പൂട്ടിയിട്ടിട്ട്, അധ്യാപകന്റെ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിട്ടിട്ട്, ഒരു ജനാലയുടെ കിളിവാതിൽ തുറന്നിട്ടിട്ട് ആ കിളിവാതിലിലൂടെ പ്രിൻസിപ്പളിന്റെ മുഖത്തേക്ക് മുളക് പൊടി വിതറാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കൗമാരക്കാരായ കുമാരന്മാരുടെ പുതിയ ക്യാമ്പസുകളാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഭൗതിക കലാലയങ്ങള്. അത് കൊലാലയങ്ങളാണ്, അത് കൊലവിളിയുടെ ആലയങ്ങളാണ്. അവിടെയാണ് നമ്മുടെ മക്കള് മദ്യപാനം പഠിച്ചത്. അവിടെയാണ് എത്ര വിദഗ്ധമായി എങ്ങനെ കീഴ്ചുണ്ടിന്റെ ഉള്ളിലേക്ക് ഹാൻഡ്സിനെ പൊടിച്ച് ഭസ്മമാക്കിയിട്ട് കൊണ്ടുപോകണം, ഹാൻഡ്സ് ചുണ്ടിൽ നിന്ന് വീണു പോകാതെ എങ്ങനെ വിദഗ്ധമായി ചിരിക്കണം എന്ന് നമ്മുടെ കുട്ടി പഠിച്ചത് ഇന്നത്തെ ഡിഗ്രി ക്ലാസ് റൂമിൽ നിന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എവിടേക്കാണ് കടന്നു പോകുന്നത്? അവിടെയാണ് മലയാളത്തിന്റെ കവി പറഞ്ഞു പോയ വചനങ്ങൾ എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്. വാളല്ലൻ സമരായുധം, വാളല്ലൻ സമരായുധം, ജനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാൻ. വാളല്ലൻ സമരായുധം, ജനധ്വാനം മുഴക്കിയിടുവാൻ ആളല്ലൻ കരവാള് വിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാൻ. എന്റെ ആയുധം അത് വാളല്ല, അത് ഖഡ്ഗമല്ല, അത് അസ്ത്രമല്ല, അത് അമ്പല്ല, അത് കുന്തമല്ല, അത് കടാരയല്ല, അത് കത്തിയല്ല, അത് AK-47 പിസ്റ്റളല്ല. അങ്ങനെ കൊലപ്പെടുത്തലല്ല എന്റെ ഉത്തരവാദിത്തം. വാളല്ലൻ സമരായുധം, എന്റെ സമരം ചെയ്യാനുള്ള ആയുധം വാളല്ല. അതുകൊണ്ട് തന്നെ ജനധ്വാനം മുടക്കിയിടുവാൻ ആളല്ല. ഇങ്ങനെ വാളുകൊണ്ട് ജനങ്ങളുടെ കഴുത്തുകളെ വെട്ടി അവരെ കൊലപ്പെടുത്തി ഈ ക്രൂരത കാണിക്കുവാനുള്ള ആളല്ല ഞാൻ. എനിക്കതിലപ്പുറം ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? എൻ കരവാട് വിറ്റൊരു മണിപ്പൻ വീണ വാങ്ങിച്ചു ഞാൻ. എന്റെ വാള് വിറ്റിട്ട് ഞങ്ങാടിയിൽ പോയി വാളിന് വിൽപ്പന നടത്തി കച്ചവടം പറഞ്ഞുറപ്പിച്ചു. ആ വാളിന് ഒരു തുല്യമായ തുക എനിക്ക് ലഭിച്ചപ്പോ ആ തുക എടുത്തിട്ട് ഞാൻ ഒരു മണിവീണ വാങ്ങാൻ കടന്നുപോയി. എങ്ങനത്തെ വീണയാണ്? എവിടെയാണ് സംഘട്ടനമുള്ളത്? ആ സ്ഥലത്ത് പോയിട്ട് മനുഷ്യരെ, നിങ്ങളൊരു മാതാവിന്റെ മക്കൾ, നിങ്ങളൊരു പിതാവിന്റെ മക്കള്, നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. അവിടെ നിങ്ങളെ മറ്റൊരുത്തന്റെ മാറിടത്തിൽ കടാര കുത്തി അവനെ കൊലപ്പെടുത്തേണ്ടവനല്ല. അവനെ നിങ്ങൾ യമപുരിയിലേക്ക് പറഞ്ഞേക്കേണ്ടവനല്ല. നിങ്ങൾ രക്തച്ചാലുകൾ നീന്തേണ്ടവരല്ല. നിങ്ങൾ സംഘട്ടനങ്ങൾക്ക് കളമൊരുക്കേണ്ടവരല്ല. നിങ്ങൾ ആരാണ്? ഒരു മാതാവിന്റെ ഒരു പിതാവിന്റെ മക്കളാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. Oh mankind, Almighty God, Allah created you from a single pair of male and female. അല്ലാഹു നിങ്ങളെ പടച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഉള്ളൂരി എന്ന് പറയുന്ന മലയാളത്തിന്റെ ഏറ്റവും വാചാലനായ കവി ഈ ഖുർആനിന്റെ ആയത്തിനെ പഠനം നടത്തിയിട്ട് വിളിച്ചു പറഞ്ഞു പോയി, ഒരച്ഛനമ്മക്കു പിറന്ന മക്കൾ, ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ മുറ്റത്തു വിളഞ്ഞിടുന്ന നന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. ആരാണ് ഈ പന്തരി
പന്തലിന്റെ ചോട്ടിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ വ്യത്യസ്ത മാതാവിന്റെ വ്യത്യസ്ത പിതാവിന്റെ മക്കളാണ്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോ നമ്മളെല്ലാം ഒരു തറവാട്ടിലെ സന്തതികളാണ്. ഈ മേൽക്കൂരയാണ് നമ്മുടെ വീട്. ഈ നാലുകെട്ട് പോലെ സങ്കല്പിക്കപ്പെടേണ്ട ബൗണ്ടറിയാണ് നമ്മുടെ ചുമരുകൾ. ഈ മേൽക്കൂരയാകുന്ന വീടിന്റെ താഴെ ഒരു ഉപ്പയുടെ മക്കളായി നമ്മൾ നിലകൊള്ളുകയാണ്. അതാണ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. നിങ്ങളെ പടച്ചത് ഒരു മാതാവിൽ നിന്ന് ഒരു പിതാവിൽ നിന്ന്. വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫൂ. പിന്നെ എന്തിനാണ് കൂട്ടരെ നിങ്ങളെ തറവാടുകാരാക്കിയത്? എന്തിനാണ് കൂട്ടരെ നിങ്ങളെ വ്യത്യസ്ത കുലങ്ങളാക്കിയത്? എന്തിനാണ് നിങ്ങളെ വ്യത്യസ്ത കുടുംബത്തിന്റെ അംഗങ്ങളാക്കിയത്? ഞാൻ ഇന്ന കുടുംബക്കാരനാണെന്ന് മേനിയടക്ക് പറയാനില്ല. ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, എന്നോട് കളിക്കണ്ട എന്ന് ഗീർവാണം മുടക്കാനല്ല. ലിതആറഫൂ. You must have a mutual understanding among you. നിങ്ങൾക്കിടയിൽ ഒരു പരസ്പര ധാരണ ഉണ്ടായിത്തീരാൻ ആ കുടുംബക്കാരൻ, ഈ കുടുംബക്കാരൻ, മറ്റേ കുടുംബത്തിലുള്ളവർ എല്ലാവരും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടവരാണ് എന്ന ഒരു എഴുത്തിബാർ, എന്ന ഒരു കൺസിഡറേഷൻ, എന്ന ഒരു പരിഗണന നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യവസ്ഥിതിയിലേക്ക് വീണമീട്ടും പോലെ കടന്നു വരാൻ. അതാണ് എൻ കരവാളു വിറ്റൊരു മണിപ്പൊൻ വീണ വാങ്ങിച്ചു ഞാൻ. അങ്ങാടിയിൽ പോയിട്ട് എൻ്റെ മൂർച്ചയുള്ള വാള് കൊണ്ടുപോയി വിൽപ്പന നടത്തിയിട്ട് തുല്യവില എനിക്ക് കിട്ടിയപ്പോ അതിന് സൗഹൃദം പറയുന്ന ഒരു വീണ വാങ്ങി ഞാൻ എന്ന് കവി പറഞ്ഞു പോയത് ഇന്നത്തെ നൂറ്റാണ്ടിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു യാഥാർത്ഥ്യം പോലെ നിലകൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 2 starving kids sitting on the side of roads. നമ്മുടെ റോഡുകളിൽ, നാഷണൽ ഹൈവേയുടെ ഓരങ്ങളിൽ ടൂറിസ്റ്റുകൾ അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് കൊണ്ടിരിക്കുമ്പോ പിച്ചച്ചട്ടി എടുത്തിട്ട് അന്യന്റെ മുമ്പിലേക്ക് പാത്രം നീട്ടിയിട്ട് വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചന നടത്തുന്ന പാവപ്പെട്ട ദരിദ്ര നാരായണന്മാരായ ഒട്ടിയ വയറുള്ള കുഴിഞ്ഞ കണ്ണുള്ള ജടകുത്തിയ മുടികളുള്ള ദരിദ്ര പരവശരായ കൊച്ചുകുട്ടികൾ വേറിന്റെ ഗിവൺ ആ കുട്ടികൾക്ക് നൽകപ്പെടുന്നില്ല. ഇവൻ എ പീസ് ഓഫ് ബ്രെഡ്, ഒരു റൊട്ടിയുടെ കഷ്ണം പോലും ആ കുട്ടിയുടെ ഭിക്ഷപാത്രത്തിലേക്ക് നമ്മൾ ആരും വലിച്ചെറിയുന്നില്ല. നമ്മൾ പറയും അണ്ണാച്ചി, നമ്മൾ പറയും അണ്ണാച്ചിന്റെ മക്കള്. ഓർത്തുപോയാൽ അവരും നമ്മുടെ സന്തതികളല്ലേ. നമ്മുടെയൊക്കെ നാഷണൽ ഹൈവേയിലൂടെ ചെരുപ്പ് പോലും ധരിക്കാതെ കുട്ടിക്ക് തൊട്ടിൽ കെട്ടുന്നത് ഊരയിലാണ്. ആര്? അണ്ണാച്ചി പെണ്ണ്. സത്യത്തിൽ പറഞ്ഞാൽ 25 വയസ്സുള്ള തമിഴ്നാട്ടുകാരിയായ യുവതി അവരുടെ കുഞ്ഞുമോൾക്ക് 10 മാസമായ 8 മാസമായ ചോരപ്പൈതലിനെ ഉറക്കാൻ ആ കുട്ടിക്ക് ശയ്യ അവലംബിക്കാൻ തൊട്ടിൽ കെട്ടുന്നത് എവിടെയാണ്? അവരുടെ ഊരയുടെ മുകളിലാണ്. അവരുടെ ഊരയുടെ സൈഡിൽ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് കുഞ്ഞിന് ആ തൊട്ടിലിൽ ഉറക്ക് കൊടുത്തിട്ട് ചെരുപ്പ് പോലും ധരിക്കാതെ ചുട്ടുപൊള്ളുന്ന ടാറിട്ട റോഡിലൂടെ നഗ്നപാതയായി അണ്ണാച്ചി എന്ന് നമ്മൾ വിളിക്കുന്ന ഒരർത്ഥത്തിൽ മനുഷ്യ തറവാട്ടിലെ നമ്മുടെ പെങ്ങൾ കടന്നു പോകുമ്പോ അവരുടെ ദൈന്യത കാണാൻ നമുക്ക് നേരമില്ല. നിനക്ക് ഉച്ചത്തെ ഭക്ഷണം എവിടെയാണെന്ന് ചോദിക്കാൻ ആളില്ല. നിന്റെ ഊരയുടെ മുകളിലുള്ള തൊട്ടിലിൽ കിടന്നിറങ്ങുന്ന കുട്ടിക്ക് ഭക്ഷണം കിട്ടിയോ എന്ന് ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ ആളില്ല. വേറിന്റെ ഗിവൺ ആ കുട്ടികൾക്ക് നൽകപ്പെടുന്നില്ല. ഇവൻ എ പീസ് ഓഫ് ബ്രെഡ്, ഒരു റൊട്ടിയുടെ കഷ്ണം പോലും അത്തരം കുട്ടികൾക്ക് നൽകപ്പെടുന്നില്ല. നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ബാക്കി വന്നത് വേസ്റ്റ് കൊട്ടയിലേക്ക് നമ്മൾ കൊട്ടിയതാണ്. കഞ്ഞി വെക്കണം, 10 മണിക്ക് കൂട്ടാനോടുകൂടെ കഞ്ഞി കുടിക്കണം. അത് കഴിഞ്ഞിട്ട് അതും വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കൊട്ടണം. പിന്നെ ലഞ്ചിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ഓരോ മക്കള് ഓരോ സ്ഥലത്തേക്ക് പോയി. ഒരാള് പുഴമീന് കൊണ്ടുവന്നു, അടുത്ത ആള് ആട്ടിറച്ചി കൊണ്ടുവന്നു. ഡെലീഷ്യസ് ഫുഡ് നമ്മുടെ വീട്ടിൽ അരങ്ങ് തകർത്ത് കൊണ്ടിരിക്കുകയാണ്. അതിൽ മിച്ചം വന്നതും വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് കടന്നു പോകുമ്പോ അത് പാവപ്പെട്ട തമിഴ് പെൺകുടിക്കുള്ള ഉച്ഛിഷ്ടമായിട്ട് നമ്മൾ ആരും സങ്കല്പിക്കാറില്ല.
അത് കടന്നു പോകാൻ എന്തോ ഒരു വലിയ അപാകത നിറഞ്ഞ ലോകമാണ്. ലോകമേ ചെങ്ങമ്പുഴ പാടിപ്പോയ പോലെ കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് പരാജയം. കാപട്യം നിറഞ്ഞുപോയ ഈ ലോകത്ത് ആത്മാർത്ഥമായൊരു ഹൃദയം പോറിയിട്ട് ജീവിച്ചപ്പോഴാണ് ഞാൻ തോറ്റുപോയത് എന്ന് ചെങ്ങമ്പുഴ പറഞ്ഞു പോയത്. എത്ര ഹൃദയാവർജകമായ വാക്കുകളാണ്, എത്ര അനർത്ഥമായ പദപ്രയോഗങ്ങളാണ്. അൽ മുഅ്മിനു ഫീകും അദല്ലു മിനൻ നഖ്ദ്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം ആ നായകൻ പറഞ്ഞു പോയി, അന്ത്യനാടിന്റെ അടയാളം ഏതാണ് എന്ന് സഹാബികൾ ചോദിക്കുമ്പോ എണ്ണി എണ്ണി വിശദീകരിച്ചിട്ട് പരിശുദ്ധ പരിഷ്കർത്താവ് മറുപടി പറഞ്ഞു പോയി, അൽ മുഅ്മിനു ഫീഹിം. അന്നത്തെ തമ്മാടികളായ ആളുകൾക്കിടയിൽ ജീവിക്കുന്ന മുഅ്മിനായ സത്യവിശ്വാസിയായ പാവപ്പെട്ട സ്വാലിഹായ മനുഷ്യന്റെ വില അതല്ലു മിനൻ നഖ്ദ്. പൊട്ട നാണയത്തെക്കാൾ നിസ്സാരവൽക്കരിക്കപ്പെട്ട ജന്മം അതൊരു മുഅ്മിനിന്റെ ജന്മമാണ്, സത്യവിശ്വാസിയുടെ ജന്മമാണ്. ഇന്ന് നന്മ പറയുന്നവന് തുലോം തുച്ഛമായ സ്ഥാനമാണ്. കാപ്പട്യത്തിനാണ് ഇന്ന് സ്ഥാനം. അക്രമാസക്തമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുപോപ്പ് കൂട്ടുന്നവർക്ക് റൗഡികളുടെ പരിവേഷമാണ്. അവരുടെ കൂടെയാണ് ഇന്നാളുള്ളത്. സുഖത്തിനുണ്ടാകും സഖിമാരനേകം, ദുഃഖത്തിനോ പുനരാരുമില്ല. ദുഃഖം ഘനീഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസിയെ നോക്കാൻ, അവന്റെ കുറവുകളെ പരിഹരിച്ചു കൊടുക്കാൻ ഇവിടെ ആളില്ലാത്ത കാലഘട്ടത്തിന്റെ മുമ്പിൽ എന്റെ യുവാവേ നീ വജ്രഗോളമാകണം, എന്റെ യുവതി നീ അഗ്നിസ്ഫുലിംഗമാകണം. അവിടെയാണ് പരിവർത്തനം മുഴക്കപ്പെടുക. വസമാനെ മെ മുഅസ്സസ്തേ മുസൽമാൻ ഹോകർ ആജ് ഹം ഖാർ ഹുയേ താരിഖേ ഖുർആൻ ഹോകർ. അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ചപ്പോണ്ടായ വൈജാത്യങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു മാറ്റം, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഇടയിലുണ്ടായി. ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കാൻ, കഴിഞ്ഞ പെരുന്നാളിന്റെ ദിവസം, ഈ കഴിഞ്ഞ പെരുന്നാളല്ല, കഴിഞ്ഞ വർഷത്തെ ചെറിയ എന്റെയൊക്കെ നാട്ടിലെ ആദ്യത്തെ 3 സഫിൽ മുഴുവൻ കറുത്ത ഷർട്ടിട്ട യുവാക്കളാണ്. അന്വേഷണം നടത്തുമ്പോൾ തൊട്ടപ്പുറത്ത് ആഴ്ച പിടുത്തം കിട്ടുകയാണ്. മലയാളത്തിന്റെ യുവ നടനായ നിവിൻ പോളി എന്ന് പറയുന്ന കഥാപാത്രം പ്രേമം എന്ന സിനിമയിൽ ധരിച്ചു പോയ ഷർട്ടിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പരിശുദ്ധമായ പെരുന്നാളിന്റെ ദിവസം അള്ളാഹുവിന്റെ ആരാധനാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ക്ലബിൽ ചർച്ച ചെയ്യുകയാണ്. പെരുന്നാളിന്റെ ഒരാഴ്ച മുമ്പ്, 2 ആഴ്ച മുമ്പ് ഷോപ്പിംഗ് പൊടിപൊടിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോഴിക്കോട് പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് നമ്മുടെ ആത്മമിത്രമായ, നമ്മുടെ ആരാധ്യ കഥാപാത്രമായ നിവിൻ പോളിയുടെ ഡ്രസ് കോഡ് തന്നെയാണ്. അള്ളാഹുവിന്റെ ആരാധനാലയത്തിലേക്ക് എന്റെ മുസ്ലിം യുവാവേ, സുന്നത്തായ താടി വെക്കേണ്ടിടത്ത് നമ്മൾ താടി വെച്ചത് നിവിൻ പോളിക്ക് വേണ്ടിയാണ്. ആരാധനാലയത്തിൽ യൂണിറ്റിയോടുകൂടെ കടന്നു വന്നപ്പോ നമ്മൾ യൂണിറ്റ് സ്വീകരിച്ചത് ഡ്രസ് കോഡിന്റെ വിഷയത്തിലാണെങ്കിൽ അതും അല്ലാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചിട്ടല്ല, ഒരു യുവനടൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉദ്ദേശിച്ചിട്ടാണ്. നിവിൻ പോളി അടുത്ത് എറണാകുളത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ അത്ഭുതത്തോടുകൂടെ മൂക്കത്ത് വിരൽ വെച്ചിട്ട് പറഞ്ഞു പോയി, എന്റെ പ്രേമം എന്ന് പറയുന്ന കഥാപാത്രത്തെ അനുകരിച്ചിട്ട് എന്നും താടി വെച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടപ്പോ എനിക്ക് പോലും അത്ഭുതം തോന്നിപ്പോയി. കാരണം ആ സിനിമക്ക് ശേഷം ഞാൻ 3-4 സിനിമകൾക്ക് വേഷം ചെയ്തു പോയി, ഞാൻ തന്നെ മാറിപ്പോയി. എന്നിട്ടും മാറാത്തൊരു വിഭാഗം അത് എന്റെ ആരാധകരാണ്, അതും മലബാറിലെ ആരാധകരാണ് എന്ന് പറയാൻ നിവിൻ പോളി സന്നദ്ധനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിന്റെ മുമ്പ് അദ്ദേഹത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. എറണാകുളത്ത് പോയി നോക്ക്, അവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ ഇത് ചെയ്യൂല, അവിടുത്തെ ക്രൈസ്തവ ചെറുപ്പക്കാരനെ ചെയ്യൂല, അവിടുത്തെ ഹൈന്ദവ ചെറുപ്പക്കാരനെ ചെയ്യൂല. കാരണം അവർ സ്മാർട്ട് സിറ്റിയിലോ അവർ കിംഫ്രയിലോ അവർ ടെക്നോ പാർക്കിലോ പോയി നല്ല ഫുൾ സ്ലീവ് ഷർട്ടും ഒക്കെ ഇട്ട് നല്ല ഡ്രസ് കോഡ് കീപ്പ് ചെയ്ത് മാന്യമായിട്ട് അവരുടെ ശീതീകരിച്ച റൂമിൽ ഇരുന്നിട്ട് ഓഫീസിലെ ജോലി ചെയ്യുകയാണ്. അവർ വിദ്യാഭ്യാസത്തെ അന്വേഷിക്കുന്ന തിരക്കിലാണ്, അവർ ചിന്തയിലാണ്, അവർ സമുദായത്തെ മാറ്റണം എന്ന സംസ്കാരത്തിന്റെ ബോധത്തിലാണ്, അവർ പരിസ്ഥിതിക്ക് വേണ്ടി ശബ്ദം മുഴക്കണം എന്ന തീരുമാനത്തിലാണ്. അവിടെയാണ് നമ്മുടെ മലബാറിൽ ചില ചെറുപ്പക്കാരുണ്ട്, അവരുടെ തൊഴിൽ തന്നെ അടുത്ത സിനിമ ഏതാണ് എന്ന് അന്വേഷിക്കലാണ്. എന്നിട്ട് വേണം ഡ്രസ്സ് മാറാൻ, എന്നിട്ട് വേണം വേഷം കെട്ടാൻ, എന്നിട്ട് വേണം ഫാഷൻ ഭ്രമത്തെ സ്വീകരിക്കാൻ. അങ്ങനെ ആരാൻ ഛർദിച്ചത് ഭക്ഷിക്കാൻ വേണ്ടി ഒരു സമുദായം.
അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു അസ്തിത്വം വേണ്ടേ? ഈ സ്വഭാവത്തിനാണ് ഫാദർലെസ് സ്വഭാവം എന്ന് പറയാം. അതിന്റെ മലയാളം ഞാൻ പറയുന്നില്ല. ഫാദർലെസ് സ്വഭാവം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എവിടേക്കാണ് ഈ സമുദായം കടന്നു പോകുന്നത്? ബാലചന്ദ്രൻ ചുള്ളിക്കാടി മലയാളികളെ പറ്റി പാടിപ്പോയി. മുടിഞ്ഞ മലയാളമേ, മുല പറഞ്ഞ പരരേവതേ, നിനക്കു ശരണം മഹാബലിയടഞ്ഞ പാതാളമോ. മുടിഞ്ഞുപോയ മലയാളമേ, പണ്ടൊക്കെ നിനക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നാൽ അവിടെ ഒരു കൃഷി, ഒരു കാർഷിക വൃത്തി, എന്തോ ഒരു രസമായിരുന്നു, എന്തോ ഒരു ഐശ്വര്യമായിരുന്നു. ഒരു നാട്ടിലുള്ള നാട്ടുകാർക്ക് മുഴുവൻ കൃഷി ലഭിക്കുന്നത്, നെല്ല് കിട്ടുന്നത്, അരി ലഭിക്കുന്നത്, അവലുണ്ടാക്കാൻ കഞ്ഞി കുടിക്കാനുള്ള അരി കിട്ടുന്നത്, ആന്ധ്രാപ്രദേശിൽ നിന്ന് ചാക്ക് വരുന്നത്, അങ്ങാടിപ്പുറത്തെ ഏതെങ്കിലും വലിയ ഗുഡ്സിന്റെ റൂമിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഗോഡൌണിന്റെ മുമ്പിൽ ഇരുന്നിട്ട് കാത്തിരിക്കുകയല്ല. നമ്മുടെ പാടശേഖരത്തിൽ വിളഞ്ഞു വന്ന കതിരായി കടന്നു വന്ന നെല്ലാണ് നമ്മുടെ നാളെയുടെ അന്നം. അങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. ഇപ്പൊ പഠിക്കൽ നിന്നിങ്ങോട്ട് ഞാൻ കടന്നു വരുമ്പോ എത്ര പാടങ്ങളാണ് തൂർക്കപ്പെട്ടത്, എത്ര ഗ്രാമത്തിന്റെ സ്വഭാവമാണ് നഷ്ടപ്പെട്ടു പോയത്, എത്ര പരിസ്ഥിതിയാണ് തകർക്കപ്പെട്ടത്. ആരാണ് ഇതിന്റെ ഉത്തരവാദി? നമ്മൾ ചിന്തിക്കണം. എന്തേ മതത്തിന്റെ അനുയായികൾക്ക് ഇതൊന്നുമില്ലേ? ഇതിന്റെ ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഒരു മരം മുറിക്കാൻ നേരത്ത് പോലും മരത്തിന് വേണ്ടി കണ്ണീരൊലിപ്പിച്ചു പോയ സഹാബിയെ ചരിത്രത്തിൽ നമ്മൾ കണ്ടവരാൻ. ആരാണ് നമ്മളിൽ മതത്തിന്റെ വിശ്വാസം ഉൾക്കൊണ്ടിട്ട് മരത്തിന് വേണ്ടി ശബ്ദിച്ചവർ? ഇന്നത്തെ പത്രത്തിൽ നമ്മൾ കണ്ടത് വയനാട്ടിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ടൊരു വലിയ വടവൃക്ഷം മുറിച്ചു മാറ്റാൻ സർക്കാർ തീരുമാനമെടുത്തപ്പോൾ ആ മരത്തിന് വേണ്ടി നിലകൊള്ളാൻ, മിണ്ടാപ്രാണിയെ പോലെ നിലകൊള്ളുന്ന മരത്തിന് വേണ്ടി നിലകൊള്ളാൻ, മരത്തിനും ജീവനുണ്ട്, അതിന്റെ കണ്ടനാടത്തിൽ കത്തിവെക്കാൻ അനുവദിക്കൂല എന്ന് പറയാൻ ബഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ മരത്തിന്റെ മുകളിൽ കെട്ടിയിട്ട് കയറി ആത്മഹത്യാ ഭീഷണി മുടക്കിപ്പോയി. അധികൃതർ കടന്നു വന്നു. അവസാനം വയനാട്ടിന്റെ MLA ശശീന്ദ്രൻ നേരിട്ട് ഫോണിൽ വിളിച്ചു. ശശീന്ദ്രൻ MLA മരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യാ ഭീഷണി മുടക്കിയ ബഷീറിനോട് പറഞ്ഞു, ബഷീർ, അങ്ങ് എന്തിനാണ് ആത്മഹത്യാ ഭീഷണി മുടക്കിയത് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങ് മരത്തിന് വേണ്ടിയാണ് ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മരം മുറിക്കുന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയിരിക്കുകയാണ്. ബഷീർ അപ്പോഴാണ് നിലത്തിറങ്ങിയത്. ഇതൊരു സന്ദേശമാണ്. ഇത് ഇന്നത്തെ രാത്രി ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ചൂടാറാത്ത വാർത്ത കൂടിയാണ്. കാരണം അത് ഇന്നത്തെ പത്രദ്വാര പ്രത്യക്ഷപ്പെട്ട സചിത്രമായ ചിത്രസഹിതമുള്ള ഒരു വാർത്തയാണ്. ആലോചിക്കണം നമ്മൾ, എന്റെ പ്രിയപ്പെട്ടവരെ. അറേബ്യൻ മണലാരണ്യത്തിലൂടെ തള്ളപ്പക്ഷി വട്ടമിട്ട് പറന്നപ്പോൾ അതിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാവാം. ആ തള്ളമാതാവ് കരയാൻ കാരണം, അത് താഴ്ന്നു പറക്കാൻ കാരണം, സഹാബികളെ, നമ്മുടെ യാത്ര നമ്മൾ നിർത്തിവച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. തള്ളപ്പക്ഷിക്ക് അതിന്റെ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ തിരിച്ചു കിട്ടാതെ മുഹമ്മദ് യാത്ര തുടരുന്ന പ്രശ്നമില്ല. സഹാബികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയ തള്ളമാതാവിന്റെ കുഞ്ഞുമക്കളെ തിരയുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോ അവർക്ക് കിട്ടി ഒരു കുഞ്ഞുമോന്റെ കയ്യിൽ നിന്ന് തൂവൽ പോലും മുളക്കാത്ത ഒരു പക്ഷിക്കുഞ്ഞിനെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആ പക്ഷിയെ കൊണ്ടുവരപ്പെടുകയാണ്. പരിശുദ്ധ റസൂൽ നഷ്ടപ്പെട്ടു പോയ തൂവൽ പോലും മുളക്കാത്ത ചെറിയ കുഞ്ഞു പൈതലിനെ, ഈ കുരുവിക്കുട്ടിയെ കണ്ടപ്പോൾ തന്റെ കയ്യിലേക്ക് അതിനെ വാങ്ങി. എന്നിട്ട് മണലാരണ്യത്തിന്റെ നിലത്തത് വെച്ചു. ഈ കുട്ടിയെ കണ്ട തള്ളമാതാവ് അസ്വസ്ഥയായിട്ട് വട്ടമിട്ട് പറന്നു പോകുന്ന തള്ളപ്പക്ഷി പരിശുദ്ധ റസൂല് തന്റെ കുഞ്ഞിനെ നിലത്ത് വെച്ചത് കണ്ടപ്പോൾ മറ്റൊരു ശബ്ദം മുഴക്കിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ ചിറക് നിവർത്തിപ്പോയി. ആരുടെ മുകളിൽ? തന്റെ ചോരപ്പൈതലിന്റെ മുകളിൽ. ഇനി ഒരാൾ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പാടില്ല. അത് കണ്ടപ്പോ പരിശുദ്ധ റഹ്മത്തുൽ ആലമീൻ കൊച്ചുകുട്ടികളെ പോലെ കരഞ്ഞുപോയി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പനേരത്തേക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ഒരു തള്ളപ്പക്ഷിക്ക് തന്റെ കുഞ്ഞിനെ കിട്ടിയപ്പോ ഉണ്ടായ വികാരപ്രകടനം, ആ തള്ളപ്പക്ഷി ചെയ്യുന്നത് കണ്ടപ്പോ
അള്ളാഹുവിന്റെ റസൂൽ വിങ്ങിക്കരഞ്ഞുപോയി. എന്തിനാണ് റസൂലേ അങ്ങ് കരയുന്നത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബികളെ, എൻ്റെ റബ്ബിനെ ഞാൻ സമ്മതിച്ചു പോയി, എൻ്റെ തമ്പുരാനെ ഞാൻ അംഗീകരിച്ചു പോയി. അവനല്ലയോ ഈ മിണ്ടാപ്രാണിയുടെ കൽബിലേക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യത്തെ ഇട്ടുകൊടുത്തവൻ. അല്ലാഹുവേ, എത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് ചെയ്തത്. എല്ലാം മനസ്സിലാണ്. മനസ്സ് മാറാത്ത ഒരു പറ്റം ജീവികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ സഹാബികൾ വന്നിട്ട് അഷ്റഫുൽ ഖൽഖിനോട് ചോദിച്ചു പോയി, വിശുദ്ധ നബിയെ, എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ള പക്ഷിപ്പറവകള് പ്രഭാത സമയത്തിലും സന്ധ്യാനേരത്തും ചിലപില ശബ്ദം മുടക്കുന്നത് എന്ന് സംശയാലുക്കളായ സഹാബികൾ വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് മറുപടി പറയുകയാണ്, യുസബ്ബിഹ്ന ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ. സഹാബികളെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ പക്ഷികൾ അച്ചടക്കമില്ലാതെ ഒച്ച വെക്കുകയല്ല. രാവിലെയും വൈകുന്നേരവും പക്ഷികൾക്ക് ശബ്ദം കൂടാൻ കാരണം അവർക്കറിയാം, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തെടുത്തിട്ട് പരിശുദ്ധ ഗുരു മദീനയിൽ പാരായണം ചെയ്തു കൊടുത്തുപോയി. ഈ സംശയം ചോദിച്ച സഹാബികളുടെ സമക്ഷം എന്താണ് പറഞ്ഞത്? യുസബ്ബിഹ്ന ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ. ആ പക്ഷിപ്പറവകൾ രാവിലെയും വൈകുന്നേരവും തസ്ബീഹ് ചൊല്ലുകയാണ്. എന്തിനാണ് രാവിലെയും വൈകുന്നേരം പക്ഷികൾ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി സമയത്തെ സെലക്ട് ചെയ്തത്? അതിൽ വലിയൊരു ഹിക്മത്തുണ്ട്, ഒരു വലിയ കെമിസ്ട്രി ഉണ്ട്. എന്താണ് ആ രസതന്ത്രം? രാവിലത്തെ സമയത്തിന്റെ പ്രത്യേകത, അള്ളാഹു പകൽ സമയത്ത് ഡ്യൂട്ടിക്ക് വേണ്ടി ദുനിയാവിലെ ഡ്യൂട്ടി മുഴുവൻ ജനങ്ങൾ ചെയ്യുന്ന ആരാധനകളെ മുഴുവൻ ലിസ്റ്റാക്കാനുള്ള ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾക്ക് ഡേ ടൈമിൽ ഒരു ടീം, നൈറ്റ് ടൈമിൽ ഒരു ടീം, അങ്ങനെ ഷിഫ്റ്റാണ്. എന്നാൽ ഡേ ടൈമിൽ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ പകൽ സമയത്ത് ഡ്യൂട്ടി മതിയാക്കി അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറുന്നതും രാത്രി സമയത്ത് ഡ്യൂട്ടി നോക്കാൻ ഒരു പറ്റം മലക്കുകൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതും മഗ്രിബിന്റെ നേരത്താണ്. അതുകൊണ്ട് ഈ രണ്ട് വിഭാഗം മലക്കുകളുടെയും സാന്നിധ്യം കാണാൻ പക്ഷിക്ക് താല്പര്യമുണ്ട്. ആ രണ്ട് വിഭാഗം മലക്കുകളും അള്ളാഹുവിനോട് പോയി പറയുന്നതാണ്, അള്ളാഹുവേ, ഞങ്ങൾ രണ്ടു കൂട്ടരും കേട്ടുപോയി പക്ഷികൾ തസ്ബീഹ് ചെല്ലുന്നത് തമ്പുരാനെ. സുബഹിന്റെ സമയത്തെയും പ്രത്യേകത അങ്ങനെ തന്നെയാ. കാരണം പ്രഭാത സമയത്തെ ഡ്യൂട്ടി നോക്കാൻ വരുന്ന മലക്കുകൾ ഇറങ്ങുന്ന സമയമാണ്. രാത്രിയിലെ ഡ്യൂട്ടി പൂർത്തിയാക്കി കിതാബ് മടക്കി ഒരു വിഭാഗം മലക്കുകൾ പൊങ്ങുന്ന സമയം അപ്പോഴാണ്. അതുകൊണ്ട് അവിടെയും രണ്ട് വിഭാഗം മലക്കുകളുടെ സാന്നിധ്യം ഈ പക്ഷികൾക്ക് അനുഭവവേദ്യമായി. അതുകൊണ്ട് രാവിലെ പോയ മലക്കുകളും രാത്രി പോയ മലക്കുകളും പറയും, അല്ലാഹുവേ, ഞങ്ങൾ രാവിലെ കയറുമ്പോഴും ആ പക്ഷികൾ തസ്ബീഹിലാണ്, രാത്രി ഇറങ്ങുമ്പോഴും ആ പക്ഷികൾ തസ്ബീഹിലാണ്. അപ്പൊ അല്ലാഹു മുഴു സമയവും തസ്ബീഹ് ചൊല്ലിയവരുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മുടെ പള്ളി ദർസിലും അറബി കോളേജുകളിലും ഇസ്ലാമിക സ്ഥാപനങ്ങളിലൊക്കെ ഇൽമു പഠിക്കുന്ന കുട്ടികളെ സുബൈക്കും അതുപോലെ തന്നെ മഗ്രിബിനും തസ്ബീഹ് ചെല്ലുന്ന ഒരു ആദത്ത് തന്നെ നമ്മുടെ പണ്ഡിതന്മാരെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ ഹിക്മത്ത് അതാണ്. എന്നാൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് ഇതിനെ കണ്ടുപിടിച്ചത് പക്ഷിക്കൂട്ടങ്ങളാണ്. യുസബ്ബിഹ്ന ബിൽ ഗുദുവ്വി വൽ ആസ്വാൽ. ഏർലി മോർണിംഗ് ടൈമിലും ഈവനിംഗ് ടൈമിലും ഈ പക്ഷിപ്പറവകളാണ് അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത അത്ഭുതമാണ്. അവക്ക് ഭക്ഷണം ഇവിടെയാണ് എന്ന് ഇന്ന് കൂട്ടിലേക്ക് ഉറങ്ങാൻ പോയ പക്ഷിപ്പറവകൾക്ക് അറിയൂല. മക്കളെ, ഉമ്മ നിങ്ങൾക്ക് അന്നം തേടി പോകേണ്ടത് നാളെ എവിടേക്കാണ്. എന്നാലും ഒട്ടിയ വയറുമായിട്ടാണ് പക്ഷികൾ മുഴുവൻ കൂടുവിട്ടിട്ട് പ്രഭാത സമയത്ത് അന്നം തേടി കടന്നു പോകുന്നത്. രാത്രി തിരിച്ചു വരുമ്പോൾ ഒരൊറ്റ പക്ഷി പോലും ഇന്നത്തെ ഭക്ഷണം കിട്ടിയില്ല, ഞാൻ പട്ടിണിയാണ് എന്ന് പറഞ്ഞ ഗതികേടുണ്ടായിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ. ആ പക്ഷികൾ മുഴുവൻ വൈകുന്നേരം കൂടണയുകയാണ്. നല്ല വയറ് ഉന്തി വീർത്തതായിട്ട്, നല്ല ഭക്ഷണം കിട്ടിയിട്ട് വയറ് നിറഞ്ഞ നിർഭരമായ വയറോടുകൂടെയാണ് പക്ഷിപ്പറവകൾ കൂടണയുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ഒരൊറ്റ ജീവിയും ഇല്ല, അതിന് അന്നം കൊടുക്കുന്നത് തമ്പുരാനാണ്. നമ്മൾ എന്താണ് അറിഞ്ഞത്? അനന്തമജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതങ്ങതങ്ങാണ്ടൊരിടത്തിരുന്നോ
കാണുന്ന മർത്യൻ കഥയെന്തു കണ്ടു. വിശാലമായി കിടക്കുന്ന ഈ ലോകത്ത് ഏതോ ഒരു മൂലയിൽ നമ്മൾ ലോകത്തെ വീക്ഷിക്കുകയാണ്. ഏതോ ഒരു മൂലയിൽ അല്ലേ? നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോയിട്ടില്ല, നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ മുഴുവൻ കടന്നു പോയിട്ടില്ല, നമ്മൾ കേരളത്തിന്റെ തന്നെ അതിർത്തി വിട്ടു പോയിട്ടില്ല. ഇങ്ങനെ കൂപമണ്ഡൂകങ്ങളാണ്, നമ്മൾ കിണറ്റിലെ തവളകളാണ്. അനന്തമജ്ഞാതം അവർണ്ണനീയം. അതുകൊണ്ട് തന്നെ അജ്ഞാതം അനന്തമാണ്, നമ്മൾ അറിയാത്തത് വിശാലമാണ്, അറിഞ്ഞത് തുലവും തുച്ഛമാണ്. എല്ലാ ഇൽമും പരിശുദ്ധ തമ്പുരാന് കൊടുത്തുപോയ അള്ളാന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു പോയി, വിശുദ്ധ റസൂലേ, അങ്ങ് കയ്യിൽ ഒരു സൂചി പിടിച്ചിട്ട് ആ സൂചി കടലിൽ മുക്കുക, എന്നിട്ട് ഉയർത്തുക. അങ്ങയുടെ കയ്യിലുള്ള ചെറിയ സൂചിയുടെ സുഷിരത്തിൽ കടലിൽ നിന്ന് എത്രമാത്രം ജലക്കണികയാണ് ആ സൂചിയുടെ ദ്വാരത്തിൽ അവശേഷിച്ചത്, അതുപോലെയാണ് അങ്ങയുടെ തമ്പുരാന്റെ വിജ്ഞാനം ആ കടലാണ്. അങ്ങേക്ക് ലഭിച്ചത് അങ്ങ് അവിടെ കുത്തിപ്പൊന്തിച്ച സൂചിയുടെ സുഷിരത്തിൽ അവശേഷിച്ച ജലത്തിന്റെ കണികയുടെ അംശമാണ്. അതാണ് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. അല്പമാത്ര വിജ്ഞാനമാണ് നമ്മൾ നൽകപ്പെട്ടിരിക്കുന്നത്. ആ വിജ്ഞാന ശാഖയിൽ നിന്നാണ് ആസ്ട്രോളജി പിറവിയെടുത്തത്, അതിൽ നിന്നാണ് MBBS കടന്നു വന്നത്, അതിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് കടന്നു വന്നത്, അതിൽ നിന്നാണ് വിശ്വവിജ്ഞാന കോശങ്ങളെ പിറവിയെടുത്തത്, അതിൽ നിന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ കടന്നു വന്നത്. അതിന്റെ ഏതോ ഒരു ശാഖയുടെ പൊടിയുടെ അംശമാണ് ഏറ്റവും വലിയ അപ്പോസ്തലൻ, ബുദ്ധിമാൻ എന്ന് ലോകം ഓമന പേര് വിളിച്ച സർ ഐൻസ്റ്റീനിന്റെ മസ്തിഷ്കത്തിലേക്ക് കടന്നുപോയത്. എത്ര ചെറിയ ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഒരു കവി പാടിപ്പോയത് അങ്ങനെയാണ്. ഏതാണ് ഈ ലോകം? ഹിയ ദുനിയാ, ഈ ഭൗതിക ലോകം, അഖല്ലു മിനൽ ഖലീലി, കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാണ്, തുച്ഛമായതിൽ വെച്ച് ഏറ്റവും തുച്ഛമായതാണ് ഈ ദുനിയാവ്. വഅശിഖുഹാ, ആ ദുനിയാവിന്റെ കാമുകൻ, ആ ദുനിയാവിന്റെ കാമുകി, ആ ദുനിയാവിന്റെ കമിതാവ്, അദല്ലു മിനൽ ദലീലി, നിന്യന്മാരിൽ അതീവ നിന്യനാണ്. ദുനിയാവിന്റെ പിറകെ പോയാൽ നിന്യതേ ഉണ്ടാവുള്ളൂ. والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا والمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة. അല്ലാഹു സൂറത്തുൻ നാസിയാത്തിലൂടെ പറയാണ്, രണ്ട് തരം റൂഹുപിടുത്തമുണ്ട്. റൂഹിനെ പിടിക്കലിന് രണ്ട് സ്വഭാവമാണ്. ഈ ലോകത്തിലെ ജനങ്ങളുടെ എല്ലാം റൂഹുപിടിക്കൽ രണ്ട് വിധത്തിലാണ്. ഒരു വിധത്തിലുള്ള റൂഹുപിടുത്തം ഒരു വിഭാഗത്തിനും മറ്റൊരു വിധത്തിലുള്ള റൂഹുപിടുത്തം മറുവിഭാഗത്തിനും ഇവിടെ ലഭ്യമാണ്. വന്നാസിആതി ഖർഖാ വന്നാശിതാതി നസ്താ. അല്ലാഹു ഖുർആനിൽ വർണ്ണിച്ചത് അങ്ങനെയാണ്. പ്ലേറ്റിലേക്ക് എണ്ണയൊഴിച്ചിട്ട് ആ എണ്ണയിലേക്ക് ഒരു നൂലിട്ട്, വളരെ നോർമലായ ഒരു നൂൽ, നൈർമൂല്യമുള്ള ഒരു നൂൽ, ആ നൂലിനെ എത്ര സ്നിഗ്ധതയോടെ, എത്ര ലാളിത്യത്തോടെ, എത്ര മിനുസ സമീപനത്തോടെ നിങ്ങൾക്ക് ആ എണ്ണ നിറച്ച പ്ലേറ്റിൽ നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കുമോ? അങ്ങനെ അനായാസം ഉള്ള റൂഹുപിടുത്തമുണ്ട്. പിന്നെ ഒരു റൂഹുപിടുത്തമുണ്ട്, അത് കഠിനമാണ്, കഠോരമാണ്. കാരണം ഭൗതികതയുടെ അതിപ്രസരം, ഭൗതികതയുടെ പ്രമത്തത, കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഭൗതികതയുടെ കാഴ്ചപ്പാടുകൾ കൽബിലേക്ക് കയറി ആത്മാവ് ഭൗതികതയിൽ അടിഞ്ഞു ചേരുന്നതാണ്. അങ്ങനെ ഭൗതിക താല്പര്യം നമുക്ക് കൂടിപ്പോയാൽ നമ്മുടെ റൂഹ് ഭൗതികതയുടെ ഉള്ളിലേക്ക് പോകുന്നതാണ്. ആ റൂഹിനെ കൊണ്ടുവരാൻ അല്ലാഹു അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൗതികതക്കുള്ളിലേക്ക് കടന്നുപോയ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് റൂഹിനെ പിടിച്ചു കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. അത് കഠിനമായ പിടുത്തമാണ്, അത് കഠോരമായ പിടുത്തമാണ്, അത് ക്രൗര്യതയുടെ പിടുത്തമാണ്, അത് ക്രൂരമായ പിടുത്തമാണ്, അത് വിട്ടുവീഴ്ചയില്ലാത്ത പിടുത്തമാണ്.
അള്ളാഹു പറഞ്ഞു പോയി. വിശുദ്ധ ഖുർആനിൽ ഇത് സാങ്കല്പിക കഥയല്ല, ഇത് നോവലല്ല, ഇത് ഏതെങ്കിലും അവാർഡ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട സിനിമയുടെ തിരക്കഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട തിരക്കഥയല്ല. ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സംഘാടക സുഹൃത്തുക്കള് നിങ്ങളെ സമീപിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഇതിനോട് നല്ല രീതിയിൽ സഹകരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കരുത്. കാരണം എന്താന്ന് വെച്ചാൽ SKSSF പ്രവർത്തകന്മാര് നമ്മുടെ മുമ്പിലേക്ക് വെച്ചു നീട്ടുന്ന ഏറ്റവും വലിയൊരു കൈനീട്ടമാണ്, ഒരു ഏറ്റവും വലിയ ഒരു പ്രസന്റേഷനാണ് ഈ പരിപാടി. അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ നിങ്ങൾ കാണണം. നമ്മുടെ പ്രവർത്തകന്മാർ വളരെ നിഷ്കളങ്കമായൊരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. അത് നമ്മുടെ മതകലാലയത്തിന്റെ റീകൺസ്ട്രക്ഷനാണ്. നമ്മുടെ മദ്രസയുടെ പുനഃപ്രവർത്തനം, പുനരുദ്ധാന പ്രവർത്തനങ്ങൾ, നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് പ്രിയപ്പെട്ട നമ്മുടെ പ്രവർത്തകന്മാർക്ക് കടന്നു പോകണം. അതിന്റെ ഭാരവാഹികൾക്ക് കടന്നു പോകണം. ഓരോ നാട്ടിലും ഇങ്ങനെ മതകലാലയങ്ങളൊക്കെ ഉയർന്നു വരുന്നത് നമ്മുടെ അകമഴിഞ്ഞ സപ്പോർട്ട് കൊണ്ടാണ്. അതിൽ സംശയമില്ല, തർക്കമില്ലാത്ത വിഷയമാണ്. അൽഹംദുലില്ലാഹ് എല്ലാ നാട്ടിലും ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. എന്തോ ഒരു ജാഗരണം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലും നമ്മുടെ കാരണവന്മാർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് കാരണവന്മാര്, പ്രവർത്തിക്കാൻ കുറച്ച് ചെറുപ്പക്കാർ. ഏത് നാട്ടിൽ മതപ്രഭാഷണത്തിന് വേണ്ടി പോകുകയാണെങ്കിലും ഇന്ന് കണ്ണ് കുളിർമയാകുന്ന ഒരു കാഴ്ച സത്യത്തിൽ ഇതാണ്. അൽഹംദുലില്ലാഹ്, എന്നെ എൻ്റെ സുഹൃത്ത് ഹനീഫ, നിങ്ങളുടെ നാട്ടുകാരൻ ഹനീഫ ഫോണിൽ വിളിച്ചിട്ട് ഇതിന്റെ ഏകദേശ വിഷയങ്ങളൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ബോധ്യപ്പെടുത്തിയതാണ്. നാട്ടുകാരായ അല്ലെങ്കിൽ പരിസര നാട്ടുകാരായ നിങ്ങളുടെ മുമ്പിൽ അന്യനാട്ടുകാരനായ ഞാൻ ഇനി അതിനെ അനലൈസ് ചെയ്യുന്നത് ഭൂഷണമല്ല, എന്റെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പൊ കണ്ടിറങ്ങിയ എല്ലാ ആളുകളും, ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാരും ഉപ്പമാരും എല്ലാ ആളുകളും ഇതിനോട് അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇതൊക്കെ വലിയ എക്സ്പെൻസീവാണ്, ഇതിനൊക്കെ വലിയ എക്സ്പെൻസ് വരും. ഇതൊക്കെ നമ്മൾ ചെറുപ്പക്കാര് അവരുടെ വിൽ പവർ കൊണ്ട്, അല്ലേ, വെൽത്ത് പവർ കൊണ്ടല്ല, സാമ്പത്തിക ശക്തി കൊണ്ടല്ല, വിൽ പവർ, അവരുടെ മനക്കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്തതാണ്. എല്ലാ സ്ഥലത്തും വേണ്ടത് അതാണ്. എല്ലാ പ്രശ്നങ്ങളെയും തൃണവൽക്കരിക്കാനുള്ള ഒരു മനക്കരുത്ത്. ആ മനക്കരുത്തുണ്ടെങ്കിൽ ഒന്നും വേണ്ട പിന്നെ. അതാണ് പണ്ടത്തെ ചെറുപ്പക്കാരൻ ലോകത്തിന്റെ മുമ്പിലേക്ക് വെച്ചു നീട്ടിയ ഒരു ഐഡിയോളജി അതായിരുന്നു. കാരണം അവരൊക്കെ വെള്ളി നക്ഷത്രങ്ങളെ പോലെ താരാപഥങ്ങൾക്കിടയിൽ വെട്ടിത്തിളങ്ങിയ വെള്ളി നക്ഷത്രങ്ങളായിരുന്നു അവരെല്ലാം. അവർ സേവനം ചെയ്തു. താരിഖ് ബിൻ സിയാദ് എന്ന് പറയുന്ന ഇസ്ലാം കണ്ട ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ധീരനായ പോരാളി സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കാൻ കടന്നു പോകുമ്പോ അങ്കുലി പരിമിതർ, ന്യൂനപക്ഷം, ആ ന്യൂനപക്ഷങ്ങളായ ആളുകൾ സ്പെയിനിന്റെ കടപ്പുറത്ത് കപ്പലിറങ്ങി. എന്നിട്ട് പറഞ്ഞു, നമ്മൾ അറേബ്യൻ മണരാരണ്യത്തിൽ നിന്ന് ജീവൻ ഈ പായക്കപ്പലിലേക്ക് ഇട്ടുകൊടുത്തിട്ടാണ് സ്പെയിനിന്റെ തീരത്ത് കപ്പലിൽ ഇറങ്ങുന്നത്. നമ്മൾ യാനപാത്രമായി ഉപയോഗിച്ച പായക്കപ്പലുകളെ കത്തിച്ച് കളയണം. ആരാ പറയുന്നത്? ഒരു അന്യനാട്ടിലേക്ക് അഭയാർത്ഥികളെ പോലെ കടന്നു വന്ന ഒരു സൈന്യത്തോട് ആ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ പറയാൻ, നമ്മൾ യാത്ര ചെയ്ത് ഇങ്ങ് തിരിച്ചു വന്ന ഇങ്ങോട്ട് എത്തിയ യാനപാത്രം നമ്മുടെ കപ്പല് മുഴുവൻ കത്തിച്ച് കളയണം. അപ്പൊ അനുയായികൾക്കിടയിൽ തന്നെ അങ്കലാപ്പ് കൂടിയെന്നാണ്. എന്നാൽ ക്യാപ്റ്റന്റെ ഈ അനൗൺസ് അവരെ പരീക്ഷിക്കാനായിരുന്നു. അവര് പറഞ്ഞു, താരിഖ്, അങ്ങ് ഞങ്ങളുടെ നേതാവാണ് എന്നത് ശരിയാണ്, പക്ഷെ അങ്ങ് എന്തെങ്കിലും മൗഢ്യം, വിഡ്ഢിത്തം വിളിച്ചു പറയുകയാണോ? നമ്മൾ എങ്ങനെ പിന്നെ നമ്മുടെ സ്വദേശത്തേക്ക് തിരിച്ചു പോകും? നമുക്ക് യാത്രാ വാഹനം എവിടെ? നമുക്ക് കപ്പൽ എവിടെ? നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്ന കപ്പലുകൾ മുഴുവൻ കത്തിച്ചാമ്പലായാൽ നമ്മൾ എങ്ങനെ തിരിച്ചു പോകും? താരിഖ് പറഞ്ഞു, അങ്ങോട്ട് തിരിച്ചു പോരാനാണ് ഇങ്ങോട്ട് വന്നവർ എങ്കിൽ അവർക്ക് ഈ വണ്ടിയിൽ തന്നെ തിരിച്ചു പോകാം. നിങ്ങളുടെ നായകൻ പരിശുദ്ധ തിരുമേനി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ഒരു വചനമുണ്ട്.
നീഗ്രോ വർഗക്കാരനായ അടിമയാണ് നിങ്ങളുടെ ക്യാപ്റ്റനെങ്കിൽ ആ ക്യാപ്റ്റനെ ഇതാഴ്ത്തി ചെയ്യണം, അംഗീകരിക്കണം, അനുസരിക്കണം, ഒബേ ചെയ്യണം, ഒബീഡിയന്റ് ആകണം. അവരംഗീകരിച്ചു. അവർ കപ്പലൊക്കെ കത്തിച്ചു. കപ്പലിങ്ങനെ കത്തിച്ച് നിരായുധരായ നിർവികാരരായ ആൾക്കാരായിട്ട് ഇവരിങ്ങനെ നിൽക്കുക. ഇനി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ there is no another option. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ക്യാപ്റ്റൻ കടപ്പുറത്ത് നിന്നിട്ട് ഈ ജനങ്ങളോടൊരു പ്രഭാഷണം നടത്തിയത്. ആ പ്രഭാഷണം ഇന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്രൈസ്തവ വിദ്യാർത്ഥി പോലും ഗവേഷണത്തിന്റെ വിഷയമായിട്ട് പഠിക്കുന്നുണ്ട്. അലക്സാണ്ടർക്ക് യുദ്ധതന്ത്രങ്ങൾ കിട്ടിയത് താരിഖ് ഇബ്നു സിയാദിന്റെ പ്രസംഗത്തിൽ നിന്നാണ് എന്ന് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തിക്ക് റോമയും അതുപോലെ തന്നെ പേർഷ്യയും പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിക്ക് യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ കിട്ടിയത് ഇസ്ലാമിന്റെ ക്യാപ്റ്റനായ താരിഖ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ യോദ്ധാവിലൂടെയാണ്. കാരണം ഈ യോദ്ധാവിന്റെ തന്ത്രം നിങ്ങൾ ചിന്തിക്കണം. ഇങ്ങോട്ട് വന്ന വാഹനങ്ങളെല്ലാം കപ്പലിൽ കടലിൽ കത്തിച്ചാമ്പലാവുകയാണ്. അതിന്റെ ധൂളിയെല്ലാം അന്തരീക്ഷത്തിലേക്ക് ഭസ്മമായി പുകച്ചുരുളുകളായി ഉയർന്നു പൊങ്ങുകയാണ്. ഇനി കപ്പലില്ല, ഇനി യാനപാത്രമില്ല, ഇനി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് പായക്കപ്പലില്ല. നിരായുധരായ സൈന്യം, വാഹനമില്ലാത്ത സൈന്യം. ആ സൈന്യാധിപന്മാരെ സ്പെയിനിന്റെ അന്തുലിസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ കടപ്പുറത്ത് നിർത്തി താരിഖ് ഇബ്നു സിയാദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ധീരനായ പടയാളി, അവരുടെ നേതാവായ ക്യാപ്റ്റനായ നായകൻ ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഐനൽ മഫർ. ആ പ്രഭാഷണത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്: ഐനൽ മഫർ, ഇനി എവിടേക്ക് നിങ്ങൾ ഓടിപ്പോകും? വല്ലാത്തൊരു ചോദ്യമാണ്. സ്വന്തം നാട്ടിൽ നിന്ന് അന്യരാജ്യത്തേക്ക് വന്നിട്ട് നമ്മളിങ്ങനെ പ്രവാസികളെ പോലെ, അഭയാർത്ഥികളെ പോലെ ഇങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ ക്യാമ്പിൽ നിൽക്കുന്ന മാതിരി ഇങ്ങനെ നിൽക്കുമ്പോ വന്ന വാഹനവും നഷ്ടപ്പെട്ടു. ആ രീതിയിൽ നിൽക്കുമ്പോൾ ഒരൊറ്റ ചോദ്യമാണ് ക്യാപ്റ്റന്റെ: ഐനൽ മഫർ, ഇനി നിങ്ങൾക്ക് ഓടിപ്പോകാനുള്ള സ്ഥലം എവിടെ, അഭയകേന്ദ്രം എവിടെ? എന്നിട്ട് പറഞ്ഞു: അൽ ബഹ്റു വറാഅക്കും വൽ അദു അമാമക്കും. അതാണ്, നിങ്ങൾ കടലിന്റെയും ചെകുത്താന്റെയും ഇടയിലാണ്. അൽ ബഹ്റു വറാഅക്കും, നിങ്ങളുടെ പിന്നിൽ ഇരമ്പിയാർത്തടിക്കുന്ന ഹിമാലയ സാനുക്കളെ പോലെയുള്ള അർണവ മോചകളുള്ള ആർത്തട്ടഹസിച്ചു കൊണ്ടിരിക്കുന്ന അലമാലകളുള്ള സാഗരമാണ്. നിങ്ങളുടെ മുമ്പിലാണെങ്കിലോ ആയുധ വിഭൂഷിതനായ സർവായുധ സജ്ജനായ എല്ലാം കൊണ്ടും കായികക്ഷമത കൈവരിച്ച ശത്രുവാണ്. ഐനൽ മഫർ, ഇനി എവിടേക്ക് നിങ്ങൾ ഓടിപ്പോകും? ഐനൽ മഫർ, ഇനി എവിടേക്ക് നിങ്ങൾ ഓടിപ്പോകും? അതൊരു ധൈര്യം കൊടുക്കലേ. നിക്കക്കള്ളില്ലാതെ ഒറ്റക്കൊരു റൂമിൽ അകപ്പെട്ടു പോയ പൂച്ച പുലിയാകുന്നു പറഞ്ഞതിന്റെ ഒരു സൈക്കോളജി താരിഖ് ഇബ്നു സിയാദ് സ്പെയിനിന്റെ കടപ്പുറത്ത് പരീക്ഷിച്ചു, വിജയിച്ചു. അവർ പറഞ്ഞു: എവിടേക്ക് ഓടണ്ട, എവിടേക്ക് ഓടണ്ട, ഞങ്ങൾ പോരാടും. പിന്നെ പറഞ്ഞ വാക്കതാണ്: വഅൻതും ഫീ ഹാദിഹിൽ ജസീറതി അദിയഉ മിനൽ ഐതാം ഫീ മഅദബത്തിൽ ലിആം ലാ ബസറ ലക്കും ഇല്ലാ സുയൂഫുക്കും വലാ അസ്ലുഹത വലാ അഖവാത ഇല്ലാ മാ തസ്തഖ്ലിസൂനഹു മിൻ ഐദി അദുബിക്കും അല്ലാഹ അല്ലാഹ ഫിൽ ഇസ്ലാം. പ്രഭാഷണം അവസാനിക്കുക. തരിച്ചു നിന്നുപോയി. സൈന്യാംഗങ്ങളെല്ലാം തരിച്ചു നിന്നുപോയി. ഈ പ്രഭാഷണാണ്ട് കേട്ടപ്പോ സിരകളിൽ ഇങ്ങനെ രക്തം ത്രസിച്ചിട്ട് അവർ പറഞ്ഞുപോയി: ഞങ്ങൾക്കൊന്നും വേണ്ട താരിഖ്, ഞങ്ങളുടെ ഈമാൻ മതി. വിരലിൽ എണ്ണാവുന്ന അങ്കുലി പരിമിതരായ ആളുകളിൽ ആദ്യത്തെ 2 പേര് പൊടിപാറ്റി, പതാക അങ്ങനെ പിടിച്ചിട്ട് പൊടിപാറ്റിയിട്ട് മണലാരണ്യത്തിലൂടെ പോകുകയാണ്. താരിഖ് ഇബ്നു സിയാദിനെ എതിർക്കുവാനുള്ള രാജാവും കിങ്കരന്മാരും ശത്രുഭടന്മാരും എല്ലാം കോട്ടയുടെ മുകളിൽ നിന്നിട്ട് ഇത് വീക്ഷിക്കുമ്പോൾ അവർ കാണുന്നത് മുഖദ്ദിമത്തുൽ ജയ്ഷ്, സൈന്യത്തിന്റെ മുന്നോടി സംഘം വരുമ്പോ തന്നെ മരുഭൂമി മുഴുവൻ പൊടി പാറിയിട്ടുണ്ട്. അത് താരിഖ് സിയാദ് പറഞ്ഞു കൊടുത്തൊരു ട്രിക്കായിരുന്നു, ഒരു യുദ്ധതന്ത്രം. നിങ്ങൾ 2 പേരാണെങ്കിലും ശരി, നല്ലോണം പൊടി പാറ്റിയിട്ട് വേണം പോകാൻ. കൊടി ഇങ്ങനെ പാറുകയും വേണം. 2 കൂടി കണ്ടപ്പോ രാജാവും കിങ്കരന്മാരും കൊട്ടാരം വിട്ടുപോയി. ഒരു രാജ്യം, ഒരു രാജ്യസിംഹാസനം ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വരികയാണ്. അവിടെയാണ് പിന്നെ മസ്ജിദുൽ ഖുർത്തുബ, കൊറഡോവ പള്ളി ഉയർന്നു വന്നത്.
അവിടെയാണ് പിന്നെ ഇസ്ലാമിന്റെ ഹെറിറ്റേജ് മ്യൂസിയം വന്നത്, അവിടെയാണ് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വന്നത്. ആ മസ്ജിദുൽ ഖുർത്തുബ എന്ന് പറയുന്ന സ്പെയിനിലെ കൊർഡോവയുടെ പള്ളിയിലെ വഖഫ് ചെയ്യപ്പെട്ട ചെരുവിൽ ഇരുന്നിട്ട് മുത്തഅല്ലിമീങ്ങൾ, തലപ്പാവ് ധാരിയായ താടി വെച്ച മതപണ്ഡിതൻ, വെറും മതപണ്ഡിതനല്ല, സയൻസ് പഠിച്ച മതപണ്ഡിതൻ, ആ സയൻസ് പഠിച്ച മതപണ്ഡിതനായ ഉസ്താദിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അഫ്ലാഖ്, വാനനിരീക്ഷണ ശാസ്ത്രം, നമ്മുടെ ദർസിലൊക്കെ പണ്ട് കാലത്ത് ഒരു മരത്തിന്റെ ഗോളുണ്ടായിരുന്നു, ഒരു ബോൾ, അത് അഫ്ലാഖാണ്. ഇസ്ലാമിന്റെ ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന ദർസിൽ അഫ്ലാഖ് വാന ആസ്ട്രോളജി പഠിപ്പിക്കുകയാണ്. ആ പാരമ്പര്യം മുസ്ലിം സമുദായത്തിന് കൊടുത്തത് കൊർഡോവയിലെ മസ്ജിദുൽ ഖുർത്തുബയാണ്, സ്പെയിനിലെ പള്ളിയാണ്. ആ പള്ളിയുടെ അകത്ത് മതവും ഭൗതികവും പഠിച്ച ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പണ്ഡിതൻ ഇരുന്നിട്ട് ദർസ് ഓതി കൊടുക്കുമ്പോൾ ദർസിലെ വിഷയം, ഒന്നാമത്തെ വിഷയം ഫറായിദാണെങ്കിൽ രണ്ടാമത്തെ വിഷയം ഉലൂം, സയൻസാണ്, മൂന്നാമത്തെ വിഷയം ഹിസാബ്, മാത്സ് ആണ്. എല്ലാ വിഷയങ്ങളും അതിനകത്ത് വന്നു. യൂറോപ്യൻ പറഞ്ഞു, ചർച്ച ചെയ്തു. സ്പെയിനിൽ ഒരു ഇസ്ലാമിക് ഹെറിറ്റേജ് മ്യൂസിയം വന്നിട്ടുണ്ട്, സർവകലാശാല വന്നിട്ടുണ്ട്, നമുക്ക് കൊർഡോവയിലേക്ക് പോകാം. കൊർഡോവ ചരിത്ര പ്രസിദ്ധമായി വിദ്യാഭ്യാസത്തിലൂടെ. ആ കൊർഡോവയിലെ ഇസ്ലാമിക പണ്ഡിതന്റെ അടുത്ത് നിന്ന് വാനനിരീക്ഷണ ശാസ്ത്രം പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ ക്രൈസ്തവർ, യൂറോപ്യൻസിന്റെ മക്കളെ അവർ പറഞ്ഞയച്ചു. വഖഫ് ചെയ്യപ്പെട്ട ചെരുവിനപ്പുറം യൂറോപ്യൻസിന് ഇൽമു പഠിക്കാൻ വേണ്ടി വഖഫ് അല്ലാത്തൊരു ചെരു കെട്ടിപ്പൊക്കി. മസ്ജിദുൽ ഖുർത്തുബയുടെ പാർശ്വഭാഗത്ത് മൗഖൂഫ് അല്ലാത്ത ചെരുവ്, എന്തിന്? അമുസ്ലിങ്ങൾക്ക് ഇരിക്കാൻ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തറവാടിത്തമുള്ള പണ്ഡിതൻ, തലപ്പാവ് ധരിച്ച പണ്ഡിതൻ ഇൽമു ഓതി കൊടുക്കുമ്പോൾ ഭൗതിക വിജ്ഞാനങ്ങൾ ബഹുമാനപ്പെട്ട മുദരിസിന്റെ ഖാദിയുടെ അടുക്കൽ നിന്ന് പഠിക്കാൻ പാശ്ചാത്യ വിദ്യാർത്ഥികളായ അന്യമതസ്ഥർ കടന്നു വരുമ്പോൾ വഖഫ് ചെയ്യപ്പെട്ട പള്ളിക്ക് പകരം അതിന് സമാന്തരമായി മൗഖൂഫ് അല്ലാത്തൊരു ചെരുവിനെ കെട്ടിപ്പോക്കാൻ മസ്ജിദുൽ ഖുർത്തുബയുടെ അധികാരികൾ കടന്നു വന്നതും ചരിത്രമാണ്. ഇവിടെയാണ് ഇബ്നു സീന എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ വൈദ്യനെ നമ്മൾ പഠിച്ചത്. ആ ഇബ്നു സീനയെ പിന്നെ ചരിത്രം അവിസന്നയാക്കി. മാപ്പർഹിക്കാത്ത ക്രൂരത. ഇസ്ലാം കണ്ട ഏറ്റവും വലിയ ഡോക്ടറാണ് ഇബ്നു സീന. ഇബ്നു സീനയെ അവിസന്നയാക്കിയത് ആരാണ്? ലോകത്താദ്യമായി വാക്സിനേഷൻ കൊണ്ടുവന്നത് അറബികളാണ്. അറബികൾ വസൂരി പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് വാക്സിനേഷൻ കൊണ്ടുവന്നത് അറബികളാണ്. അതുകൊണ്ടാണ് ഒരു യൂറോപ്യൻ സാഹിത്യകാരൻ പറഞ്ഞത്, ആരോഗ്യ മേഖലകളിൽ അറബികൾ തുടങ്ങി വെച്ചതല്ലാത്ത ഒന്നും യൂറോപ്യൻസിന് പൂർത്തീകരിക്കേണ്ടി വന്നിട്ടില്ല. എന്താണ് ആ വർത്തമാനം? ആരോഗ്യ മേഖലകളിൽ അറബികൾ തുടങ്ങി വെച്ചതല്ലാത്ത ഒന്നും യൂറോപ്യൻ പൂർത്തീകരിച്ചിട്ടില്ല. എല്ലാ വിജ്ഞാന ശാഖയും മുസ്ലിങ്ങളാ തുടങ്ങിയത്. ആ നമ്മള് എന്തെങ്കിലും ഒരു തൊണ്ടു ന്യായത്തിന്റെ പേരിൽ വാക്സിനേഷനെ എതിർക്കുന്നതിലുള്ള ബാലിശമായ കാരണം എന്താണെന്ന് പിടുത്തം കിട്ടുന്നില്ല. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാട്ടോ, വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ DT, പിന്നെ നമ്മൾ എടുക്കുന്ന ഇതുപോലെ എടുക്കുന്ന ഏറ്റവും വലിയൊരു ഇതാണല്ലോ DPT, ഡിഫ്തീരിയ, പെറ്റൂസിസ്, ടൈറ്റനിസ്. ഈ സാധനം ടെറ്റനാസ് ടോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് TT അടിക്കും. നമ്മളെ കയ്യിലൊക്കെ പോയിസൺ കയറി കഴിഞ്ഞാൽ നമ്മൾ TT അടിക്കാൻ വേഗം പോകും. ആക്ച്വലി അതും കൈൻഡ് ഓഫ് വാക്സിനേഷൻ, ഉറപ്പാണല്ലോ, അതൊരു വാക്സിനേഷനാണ്. ഈ കുട്ടികൾക്ക് എടുക്കുന്ന കുത്തിവെപ്പിനെ മാത്രം നമ്മൾ എതിർക്കുമ്പോൾ ഇപ്പൊ പേപ്പട്ടി കടിച്ചു, പേ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ ഈ വാക്സിനേഷൻ എതിർക്കുന്ന നമ്മളൊക്കെ ആദ്യം കുത്തിവെപ്പ് എടുക്കാൻ ഓടും. കാരണം ഇത് പേ വിഷയിൽ നിന്ന് പ്രതിരോധം, പ്രിവെൻഷനാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം പ്രതിരോധിക്കല. അപ്പൊ ആ പ്രിവെൻഷൻ, പ്രതിരോധമാണ് ആക്ച്വലി ഈ ഇമ്മ്യൂണൈസേഷനിലൂടെ, വാക്സിനേഷനിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കുട്ടികൾക്ക് നിശ്ചിത പ്രായമാകുമ്പോൾ അത് കൊടുക്കണം എന്നർത്ഥം. ആരോഗ്യവകുപ്പ് വളരെ കർശനമായി ആ കാര്യം ജനങ്ങളോട് ഡിക്ലെയർ ചെയ്യാൻ എല്ലാ ആളുകളോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാറി മാറി വരുന്ന സർക്കാരുകൾ, എല്ലാ സർക്കാരുകളും. നമ്മുടെ രാജ്യത്ത് മാത്രമുള്ള ഒരു പ്രോസസ്സല്ല, ഇസ്ലാമിക രാജ്യങ്ങളിലും ലോകത്തെ എല്ലാ കൺട്രീസിലും ഉണ്ട്. കാരണം ഇത് UNOന്റെ നിയമമാണ്, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ, ലോക രാജ്യങ്ങൾക്കുള്ള സംഘടനന്റെ നിയമമാണ്. ആ ലോക രാജ്യങ്ങളുടെ സംഘടനന്റെ കീഴിലുള്ള ഒരു സംഘടനന്റെ പേരാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ കാര്യത്തെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതിന് ഏറ്റവും വലിയൊരു കാരണം പറയുന്നത് ജനറേഷൻ, മുസ്ലിം സമൂഹത്തിന്റെ
ഒരിക്കലും പിടിച്ചാൽ പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള ജനസംഖ്യാ വർധനവിനെ സ്റ്റോപ്പ് ചെയ്യാനാണ് പോളിയോ കൊടുക്കുന്നത്. ഞാൻ പറയാം, ഒരു കമ്മ്യൂണൽ ഇഷ്യൂ അല്ലേ അത്. അതൊരു സെക്യുലർ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത് നടക്കുമോ? എല്ലാ മതക്കാർക്കും ഈ വാക്സിനേഷൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ മുസ്ലിം മതാനുയായികളുടെ എണ്ണം കുറക്കാനാണ് ഇത് എന്നൊക്കെ പറയുന്നത് അബദ്ധജടിലമായ തെറ്റിദ്ധാരണാജനകമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ്. അതിലൊന്നും കഴമ്പില്ല. ഇപ്പോ ഡിഫ്തീരിയ വന്നു, ഡിഫ്തീരിയന്റെ ഇഷ്യൂ വന്നപ്പോ ഈ മാറി നിന്ന നമ്മളൊക്കെ കുട്ടികളുടെ വാക്സിനേഷനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 മരണം കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ 2 മലപ്പുറം ജില്ലയിലാണ്. ഒന്ന് പുളിക്കലുള്ള കുട്ടി 14 വയസ്സ്, ഒന്ന് താനൂർ മൂലക്കലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുട്ടി 15 വയസ്സ്. ഇപ്പൊ ഡിഫ്തീരിയ എന്ന് പറയുന്ന തൊണ്ടമുള്ള് അതിന് പർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിന് ചികിത്സ ഇല്ല. ഈ 2 കുട്ടികളും മരിക്കാൻ കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് മരിച്ചത്. ഡോക്ടേഴ്സ് പറഞ്ഞു. കാരണം ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് തുടക്കത്തിലാണെങ്കിൽ അതിന് ചികിത്സ ഉണ്ട്. അതൊരു സ്പെഷ്യൽ സ്റ്റേജ് വിട്ട് കഴിഞ്ഞാൽ ഈ തൊണ്ടമുള്ള് ശ്വാസനാളത്തിലേക്ക് അറ്റാച്ച് ചെയ്താൽ ശ്വാസകോശം അടയും, പിന്നെ ശ്വസിക്കാൻ കഴിയൂല, പിന്നെ മരണമാണ് പോംവഴി. ഇസ്ലാം ഇതിനൊന്നും എതിരാണ് നമ്മൾ അഭിപ്രായപ്പെടാനാണല്ല. ഇദാ സമിഅതും ബിൽ വബാഇ ബിഅർദിൻ, ഒരു ഭൂമിയിൽ എപ്പിഡമിക് ഡിസീസ് പകർച്ചവ്യാധി ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫലാ തുഖദ്ദിമു ഇലൈഹി, ഒറ്റയടിക്ക് പ്രതിരോധ സംവിധാനങ്ങളില്ലാതെ പകർച്ചവ്യാധിയുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകരുത് എന്ന് ഇസ്ലാം ഹദീസാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ സ്ഥലത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇജ്അൽ ബൈനക വബൈനൽ മജ്ദൂമി ഖദ്റ റുംഹൈൻ, പകർച്ചവ്യാധിയുള്ള രോഗിയെ നീ കണ്ടാൽ ആ രോഗിയും നീയും തമ്മിൽ രണ്ട് കുന്തത്തിന്റെ വ്യത്യാസം, ഡിസ്റ്റൻസ് എങ്കിലും കീപ്പ് ചെയ്യണം. ഇതിനെ അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മൾ പകർച്ചവ്യാധികളെ സൂക്ഷിക്കണം എന്നാണ്. ഈ തവക്കുലിന്റെ സമീപനം, തവക്കുലിന്റെ സ്റ്റേജ് എത്തിയ ആളുകൾക്കൊക്കെ പറ്റും. അതിനൊക്കെ തസവുഫിന്റെ കിതാബിൽ വലിയ തബഖാത്തും ബഅദ തബഖാത്ത് ചർച്ച ചെയ്യുന്നു. തവക്കുലൊക്കെ ആക്കണമെങ്കിൽ തവക്കുലിന്റെ സ്റ്റേജിലേക്ക് എത്താനുള്ള ഒരു മെന്റൽ എബിലിറ്റി മാത്രം പോരാ, ആത്മീയമായിരിക്കുന്ന ഒരു ശക്തി കൂടി അവിടെ ലഭിക്കണം. അത് ലഭിച്ചാലേ തവക്കുലിന്റെ മേഖലയിലേക്ക് എത്താൻ കഴിയുള്ളൂ. തവക്കുലിലൂടെ രോഗത്തെ പ്രതിരോധിച്ച ഒരുപാട് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, ഇവരുടെ മുഴുവൻ താരീഖുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്ന നേരത്തെ തവക്കുലിന്റെ രീതിശാസ്ത്രം ശരിക്കും പിടുത്തം കിട്ടും. പക്ഷേ ആ ആത്മീയ പവറൊന്നുമില്ലാത്ത നമ്മള് ഞാൻ രോഗം വന്നാൽ ഡോക്ടറെ കാണൂല എന്ന് പറയുന്നത് ഇസ്ലാമല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം തദാവൗ, നിങ്ങൾ ചികിത്സ നടത്തണം, നിങ്ങൾ ട്രീറ്റ്മെന്റ് നടത്തണം, നിങ്ങൾ മുആലജ നടത്തണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. തദാവൗ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കണം. ഫഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ലം യുൻസിൽ ദാഅൻ ഇല്ലാ അൻസല മഅഹു ദവാ, അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല, രോഗത്തിന്റെ കൂടെ രോഗത്തിനുള്ള പ്രതിവിധിയായ ഔഷധത്തെ കൂടി ഇറക്കിയിട്ടല്ലാതെ. പിന്നെന്തിനാ നമ്മൾ പേടിക്കേണ്ടത്? അപ്പൊ 7 വയസ്സാണ് കുട്ടികൾക്ക് ഈ DPT എടുക്കേണ്ട ടൈം. ഇൻ കേസ് 7 വയസ്സ് കഴിഞ്ഞു, നമുക്കാർക്കും DPT എടുത്തിട്ടില്ല, എന്നാ അതിന് സർക്കാർ തരുന്നൊരു ഓപ്ഷൻ ഉണ്ട്. TD, ടൈറ്റനസ് ആൻഡ് ഡിഫ്തീരിയ. ഇപ്പൊ ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർമാരൊക്കെ ഏതെങ്കിലും പകർച്ചവ്യാധിയുള്ള പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ദൗത്യ സംഘമായിട്ട് പോകുകയാണെങ്കിൽ ഇവരെല്ലാവരും TD എന്ന് പറയുന്ന കുത്തിവെപ്പ് എടുത്തിട്ട് ഡിഫ്തീരിയ ആൻഡ് ടൈറ്റനസ് DT ഇത് കുത്തിവെച്ചിട്ടേ പോകുള്ളൂ. നഴ്സുമാരെ കുത്തിവെക്കും, ഡോക്ടേഴ്സ്, ഹെൽത്ത് വർക്കേഴ്സ് എല്ലാവരും കുത്തിവെക്കും. ഇപ്പൊ പുളിക്കൽ ഡിഫ്തീരിയ ബാധിച്ച കുട്ടിയെ പറ്റി പറയുകയാണ്. ഈ കുട്ടിയെ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് ഞാൻ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനായിരിക്കുന്ന ഷബീർ ഡോക്ടറുമായിട്ട് ഈ വിഷയമായി സംസാരിച്ച് ഫോൺ വെച്ചിട്ടേ ഉള്ളൂ. ഷബീർ ഡോക്ടർ പറയാണ്, കുട്ടിയെ നേരെ അവിടെ അഡ്മിറ്റ് ചെയ്തു. കുട്ടിയുടെ രോഗത്തെ പറ്റി പിടുത്തം കിട്ടിയില്ല. അവസാനം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ഡിഫ്തീരിയ ആണ് എന്ന്, തൊണ്ടമുള്ളാണ് എന്ന് ഡയഗ്നോസ് ചെയ്തു. പേരൻസിനെ വിളിച്ചു, രക്ഷിതാക്കളെ വിളിച്ചു, സീരിയസ് ആയിട്ട് പറഞ്ഞു. അവർ കൺസിഡർ ചെയ്തില്ല എന്ന് പറഞ്ഞാണ്ട് കുറ്റപ്പെടുത്തില്ല. ചിലപ്പം നമ്മളെ ഈ ഒരു സാഹചര്യം അങ്ങനെയാണല്ലോ. ഈ കുത്തിവെപ്പൊന്നും വേണ്ട, എന്ത് കുത്തിവെപ്പ്, അങ്ങനെ 2 ദിവസം വീണ്ടും ലാവിഷായി, വേസ്റ്റായി. അപ്പൊ ഈ 2 ദിവസം ആരോഗ്യ വിദഗ്ധന്മാര് ഡിഫ്തീരിയ സ്ഥിരീകരിച്ച കുട്ടി എവിടെ പോയി എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ തെരച്ചിൽ നടത്തുമ്പോഴാണ് 3-ാമത്തെ ദിവസം ഈ കുട്ടിയെയും കൊണ്ട് ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അപ്പോഴേക്ക് സ്റ്റേജ് മാറിയിട്ടുണ്ട്. പിന്നെ തൊണ്ടമുള്ളിന്റെ സ്റ്റേജ് സീരിയസ് ആയിട്ടുണ്ട്. ഇതിന് രോഗ പ്രിവെൻഷൻ ഇല്ല, ഇനി പ്രതിരോധിക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് മരുന്നുകളെ ബോഡി സപ്പോർട്ട് ചെയ്യുന്നില്ല.
ആ കുട്ടി മരിച്ചു. ഇന്നാലില്ല. അപ്പൊ ഇതൊരു പ്രിവെൻഷനാണ്. ഹജ്ജിന് പോകുന്ന നമ്മൾ ഈ എതിർക്കുന്ന നമ്മളൊക്കെ ആണെങ്കിലും ശരി, ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ യെല്ലോ ഫീവറിന്റെ കുത്തിവെപ്പെടുത്തുന്നുണ്ടല്ലോ. മഞ്ഞപ്പനി എന്നതിന്റെ പേര് യെല്ലോ ഫീവർ. ഈ കുത്തിവെപ്പെടുക്കാത്ത സർക്കാർ ഒരു കുട്ടിയെയും ഹജ്ജിന് പറഞ്ഞേക്കുന്നില്ല, അവർ സ്വീകരിക്കുന്നില്ല. എന്താ? ആ മഞ്ഞപ്പനി നമുക്ക് വന്നിട്ടല്ലല്ലോ, അത് പ്രതിരോധ കുത്തിവെപ്പാണ്. അത് പ്രതിരോധ കുത്തിവെപ്പാണ്. വരുന്നതിന്റെ മുമ്പ് ഫിഖഹിന്റെ കിതാബിൽ ഇങ്ങനെ പോലെ ചർച്ച വന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ തിബ്ബറിയുന്ന ആളുകളെ നിങ്ങൾ, അഥവാ ഡോക്ടേഴ്സിനെ നിങ്ങൾ സമീപിക്കണം. അത് വിദഗ്ധരായ ഡോക്ടർമാരാണ് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. എത്രത്തോളം എന്ന് വെച്ചാൽ അതിന്റെ അഖ്സാ ഗായത്ത് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: ഒരാളുടെ ഹ്യൂമൻ ബോഡിയിലെ ബോൺസ് എല്ലാണ്ട് പോയി, ആ എല്ലിന് പകരം ഇനി ഒരു മനുഷ്യ എല്ല് കിട്ടാനില്ല. ഡോക്ടർ പറഞ്ഞു, ഒരു നായയുടെ എല്ല് ഈ സ്ഥാനത്തേക്ക് പുനഃപ്രതിഷ്ഠിച്ചാലേ ഇയാളുടെ ജീവൻ നിലനിർത്താൻ കഴിയൂ എന്ന് ഒരു ആരോഗ്യ വിദഗ്ധൻ പറഞ്ഞാൽ, നായയുടെ എല്ല് ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ സിഹത്തിന് പോലും പ്രശ്നം വരൂല എന്ന് വരെ ഫിഖഹിന്റെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആ ഘട്ടം വരുമ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ ഇമ്പോസിബിൾ ആണ്, നടക്കാത്തതാണ്. എന്നാൽ പോലും എന്ന് പറഞ്ഞിട്ടൊരു മസാല പറയുമ്പോ അതിന്റെ പറയാതെ പറഞ്ഞ അർത്ഥം എന്താ? പറയാതെ പറഞ്ഞ അർത്ഥം എന്താ? ഇത്തരം വിഷയങ്ങളിൽ ആരോഗ്യ വിദഗ്ധന്മാരുടെ അഭിപ്രായത്തെ നമ്മൾ തേടണം എന്നാണ്. ഇതിൽ മുസ്ലിം ഡോക്ടർമാരും ഹിന്ദു ഡോക്ടർമാരും അതുപോലെ ക്രൈസ്തവ ഡോക്ടർമാരും അലോപ്പതി ഡോക്ടേഴ്സ് മുഴുവൻ ഈ വിഷയത്തിൽ ഒരേ അഭിപ്രായമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു പ്രീ പ്ലാൻഡ് അജണ്ടയല്ല, ഇത് ഒരുക്കി തയ്യാറാക്കിയ ഒരു അജണ്ടയല്ല. ഇത് മൊത്തത്തിൽ ആരോഗ്യ വകുപ്പ് ഇപ്പൊ പോളിയോ എന്ന് പറയുന്ന രോഗം നമ്മുടെ രാജ്യത്ത് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ ആ രോഗം ഈ വർഷം ഇല്ല എന്ന് ഉറപ്പായി. രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും ഒരു ജില്ലയിലും ആ രോഗമുള്ള രോഗി ഇല്ല എന്ന് ഉറപ്പായാൽ ആ വർഷം തന്നെ ഇന്ത്യ പോളിയോ നിർമ്മാർജ്ജന ജില്ലയാണ്, അല്ല രാജ്യമാണ് എന്ന് പറഞ്ഞാണ്ട് അനൗൺസ് ചെയ്യൂല. പിന്നെ 3 വർഷം വെയിറ്റ് ചെയ്യണം. ആരെങ്കിലും ഉണ്ടോ? 3 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഒരാളെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലാണ് WHO ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ ഒരു പോളിയോ മുക്ത രാജ്യമായിട്ടുണ്ട്. അതൊരു രാജ്യത്തിന്റെ വലിയ നേട്ടമാണ്. അങ്ങനെ നമ്മൾ കോളറ മുക്ത രാജ്യമാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും മേശപ്പുറത്തേക്ക് ഇങ്ങനെ ഫയൽ കയറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കുറ്റിപ്പുറത്ത് വീണ്ടും കോളറ ബാധിച്ചിട്ട് ഉമ്മയും മരിച്ചു, 3-ാമത്തെ ദിവസം മകളും മരിച്ചു. ഇതിന് വാക്സിനേഷനില്ല. എന്റെ ഉമ്മമാരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇസ്ലാമിന്റെ സദസ്സിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം പൊതുബോധത്തിന്റെ ഭാഗമായിട്ടെങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നത്. ഞാനതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നവരെ വിമർശിക്കുകയോ അനുകൂലിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ അറിയിക്കേണ്ടതായ ഒരു വൃത്താന്തത്തെ ഒരു സദസ്സിന്റെ മുമ്പിലേക്ക് സാന്ദർഭികമായി പറഞ്ഞു വന്നു എന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ് എന്ന് സാന്ദർഭികമായി സദസ്സിന്റെ മുമ്പിലേക്ക് ഓർമ്മപ്പെടുത്താൻ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമുക്ക് അല്ലാഹു നൽകപ്പെട്ടിരിക്കുന്ന നിഅമത്തുകൾ അല്ലേ, അതിനൊക്കെ വാല്യൂ ഉണ്ടല്ലോ. എല്ലാ വിഷയങ്ങളിലും ഇസ്ലാം മുഴുവൻ ഇബാദത്താണ്. ഒരു വിശ്രമം, ഒരു വ്യായാമം ഒരു മനുഷ്യൻ ചെയ്യാൻ ആഴ്ചയിൽ ഒരു ദിവസം വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടൽ സുന്നത്താക്കിയ മതം ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യായാമത്തിൽ ഏർപ്പെടൽ സുന്നത്താക്കാൻ. ഈ മതത്തിന്റെ ഒരു സൈക്കോളജി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ദമ്പതികൾക്ക് ഹലാലാണ് ശരി, എന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് പരിരംഭണം, സഹശയനം സുന്നത്താണ് എന്ന മതം ദമ്പതികളോട് പറയുമ്പോൾ ആ മതം ദാമ്പത്യത്തിലേക്ക് കയറിയവരോടും ദാമ്പത്യത്തിലേക്ക് കയറാത്തവരോടും പറയാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും വ്യായാമം സുന്നത്താണ്. ഐ മീൻ നടക്കല് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എക്സസൈസ്, എല്ലാ കാര്യങ്ങളും. ആരോഗ്യത്തിൽ നമ്മൾ വളരെ പുറകോട്ട് പോയി. ഇപ്പതാ ഉദ്ഹിയ്യത്ത് വരികയാണ്, പേടിയാ. ഉദ്ഹിയ്യത്ത് കഴിക്കുന്നതിലുള്ള പേടിയല്ല, പിന്നെ നമ്മളെ മഹലിലൊക്കെ സംഘടിതമായി ഉദ്ഹിയ്യത്ത് അടക്കുമ്പോൾ ഒരുപാട് 10-14 ഉരുക്കളൊക്കെയാണ് അറക്കുക. ഇതിലും കുഴപ്പമില്ല, ഒക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മളിൽ ബാലിശമായ മറ്റൊരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ആ ഉദ്ഹിയ്യത്തിന്റെ പരമാവധി ഇറച്ചി നമ്മൾ തന്നെ തിന്ന് തീർക്കണം എന്നുള്ളൊരു എഴുത്തിക്കാത് എവിടുന്ന് വന്നതാണ്. ഒരു കഷ്ണ ഇറച്ചിയിൽ എത്ര കലോറിനാണ്? അപ്പൊ നമുക്കുണ്ടാവില്ലേ അല്ലേ? നമ്മളെ നൊയ്വല്ലോ.
നമ്മൾ പ്രത്യേക ഒരു വിഭാഗം ആയതുകൊണ്ട് നമ്മളെ ഇന്ന് ഒഴിവാണോ? ഒരു കഷ്ണ ഇറച്ചിയിൽ എത്ര കലോറിനാ? എന്നിട്ടോ ഉദയത്തിന്റെ ഒരു വലിയൊരുനാള് എന്ന് നമ്മൾ വലിയൊരുനാള് എന്ന് പറയുന്ന ഒരു ഹൈസിയത്ത് വേറെയാണല്ലോ അല്ലെ. രണ്ടാം പെരുന്നാള്, മൂന്നാം പെരുന്നാള്, ഈ പൊരിച്ച ഇറച്ചി കരിച്ച ഇറച്ചി പൊരിച്ചും അത് തീരുന്ന വരെ പെരുന്നാളാണ് അല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പെരുന്നാൾ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആകണതിന്റെ മുമ്പ് കട്ടൻ ചായക്ക് പൊരിച്ചിറച്ചി, ലഞ്ചിന് വരട്ടിയത്, ഈവനിങ് ടൈമില് ടീന്റെ കൂടെ ഇറച്ചി, എണ്ണക്കടി അല്ലെ, വൈകുന്നേരത്തെ ചായന്റെ കൂടെ ഇറച്ചി. പിന്നെ ചില താത്താരൊക്കെ പറഞ്ഞ് എന്നിട്ടും തീരായിട്ട് അച്ചാറിട്ട് വിടൂല, കൊടുക്കൂല. ഇവിടെ വാളയാർ അതിർത്തിയാണ്ട് വിട്ട് പോയാൽ മതി, കുമ്പളങ്ങ കറി വെച്ചുകാണ്ട് പെരുന്നാൾ കഴിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മുസ്ലിം ഗ്രാമങ്ങള്, സുഹൃത്തുക്കളെ, മുസ്ലിം ഗ്രാമങ്ങള്. ഞാൻ കഴിഞ്ഞുള്ളത് എറണാകുളത്തെ പള്ളിയിൽ പറഞ്ഞിട്ട് 8 ആളുകൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഉളുഹിയ്യത്ത് അറുത്തു കൊടുത്തു. ഇവര് പറയാൻ, സുഹൃത്തുക്കളെ, നമ്മളിവിടെ മത്സരിക്കാൻ. ആ മഹലിൽ 14 ആയിണത്രേ. അപ്പോതിനെ അപ്പുറത്തെ മഹല്ല് സെക്രട്ടറിക്ക് നെഞ്ചിടിപ്പ് കൂടി. ഉളുഹിയ്യത്ത് കോമ്പറ്റീഷൻ അല്ലേ, ഉളുഹിയ്യത്ത് കോമ്പറ്റീഷൻ നടക്കും. ഇവിടെ കുമ്പളങ്ങ കറി വെച്ചാണ്ട് പെരുന്നാൾ, അതും വലിയൊരുനാൾ കഴിക്കുന്ന ഒരു കൗമുണ്ട് മുസ്ലിംസ്. അല്ലാഹുവേ, ഈ വിരോധാഭാസങ്ങൾക്കിടയിൽ നമ്മുടെ ആരോഗ്യം വല്ലാത്ത അപകടത്തിലാണ്. എല്ലാ വിഷയങ്ങളും അങ്ങനെയാണ്. നമ്മുടെ സമീപനങ്ങളെല്ലാം അങ്ങനെയായി പോയി. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യാണല്ലോ, അതുകൊണ്ട് നമ്മളും ചെയ്യാൻ. അതുകൊണ്ട് ആരോഗ്യം സലാമത്താവോ? എന്റെ ചോദ്യം അതാണ്. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം സലാമത്താകുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഇതിന് വ്യക്തമായ ഉത്ബോധനങ്ങൾ ഈ വിഷയത്തിൽ താഴേക്കിടയിൽ നിന്ന് തന്നെ വേണം. ഇപ്പൊ എന്താ അറിയില്ല, ഈ കുട്ടികളുടെ ഇടയിലൊക്കെ അമിതമായ വളർച്ച, ചെറിയ പ്രായത്തിൽ അമിതമായ വളർച്ച, അൺകൺട്രോളബിളായി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നിലും കൺട്രോൾ ഇല്ല. അത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കണ്ടു, നമ്മുടെ ഫിസിക്കലി, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തിൽ അത് കണ്ടു. റഷീദ് രാജാവിന്റെ അടുക്കലേക്ക് ഒരു ക്രിസ്ത്യാനിയായ ഡോക്ടറെ കൊണ്ടുവന്നത്, വൈദ്യൻ. ക്രിസ്ത്യാനിയായ വൈദ്യനെ കൊണ്ടുവരാൻ കാരണം ക്രിസ്ത്യൻസ് കുറച്ച് ചിട്ടുള്ള ആൾക്കാരാണ് കണ്ടിട്ടായിരുന്നു. റഷീദ് രാജാവിനോട് ക്രിസ്ത്യാനിയായ ഈ വൈദ്യൻ ചോദിച്ചു പോയി, നിങ്ങളുടെ വേദഗ്രന്ഥമായ ഖുർആനിൽ ഈ ഭക്ഷണ ക്രമീകരണത്തെ പറ്റി, ആരോഗ്യത്തെ പറ്റി ഒന്നും പറയുന്നില്ലേ? റഷീദ് രാജാവ് പറഞ്ഞു, എന്റെ ഖുർആനിന്റെ, എന്റെ വേദഗ്രന്ഥത്തിന്റെ ഒരായത്ത് വേണ്ട, ഒരു പകുതി ആയത്തെടുത്താൽ തന്നെ അതിൽ ആരോഗ്യമാണ്. കുലു വശ്റബു വലാ തുസ്രിഫു, മുഴുവൻ ആരോഗ്യമാണ്. തിന്നൽ ആരോഗ്യമാണ്, തീറ്റ അമിതായാലും ആരോഗ്യമാണ്. അതുകൊണ്ട് വലാ തുസ്രിഫു, അമിതവ്യയം പാടില്ല. തിന്നോളൂ, കുടിച്ചോളൂ, അമിതമാക്കരുത്. വലിയൊരു ആരോഗ്യത്തിന്റെ മെസ്സേജാ ഖുർആൻ തന്നത്. അത് മുഴുവൻ ആയത്തല്ല, അതൊരു പകുതി ആയത്താണ്. ഉടനെ തന്നെ വൈദ്യൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങളുടെ പരിശുദ്ധ റസൂൽ എന്തെങ്കിലും പറഞ്ഞണോ എന്ന് ചോദിച്ചു. റഷീദ് രാജാവ് മറുപടി പറഞ്ഞു പോയി, ഞങ്ങളുടെ നായകൻ പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്നും ആരോഗ്യത്തെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അൽ മഇദതു ബൈത്തുദ്ദാ വൽ ഹിമ്യതു റഅസു കുല്ലി ദവാ. അൽ മഇദ, സ്റ്റൊമക്, നമ്മുടെ ആമാശയം. ബൈത്തുദ്ദാ, സകല രോഗങ്ങളുടെയും വീടാണ്. അതേസമയം നമ്മൾ പഥ്യം പാലിക്കുക എന്നത് എല്ലാ ശമനത്തിന്റെയും മൂലകാരണമാണ്. ആമാശയം സർവ്വരോഗങ്ങളുടെയും കലവറയാകുന്നതിന്റെ കൂടെ പഥ്യം പാലിക്കലാണെങ്കിലോ എല്ലാ ശമനത്തിന്റെയും മൂലകാരണം, ലോകം മുഴുവൻ മാറാൻ രോഗശമനത്തിന്റെ പ്രധാന കാരണം ഭക്ഷണ ക്രമീകരണമാണ്. ആരോഗ്യം ഉണ്ടാകാനോ ഭക്ഷണം കഴിക്കലാണ്. കുലു വശ്റബു വലാ തുസ്രിഫു. ഇത് രണ്ടാണ്ട് ജംഅ് ചെയ്യുമ്പോൾ ഉന്നത ഹെൽത്ത് സർവകലാശാലകൾക്ക് പോലും നിർദ്ദേശം കൊടുക്കുന്ന ഏറ്റവും വലിയ ടിപ്സാണ്, ഹെൽത്ത് ടിപ്സാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് ആ ഇസ്ലാമിന്റെ വക്താക്കളായ മുസ്ലിങ്ങളാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ്, രോഗികൾ. ഇന്ത്യയിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന എണ്ണക്കൂടുതൽ ഏറ്റവും കൂടുതലുള്ള മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകാൻ കാരണം അതിന്റെ പരിസരവാസികളെ പഠനം നടത്തുമ്പോഴാണ് പിടുത്തം കിട്ടുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
പഠിച്ചോനെ പിടുത്തം വിട്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങളും ചിന്തിക്കണം. ഒരു സ്വസ്ഥതയില്ലല്ലോ. എണീക്കുന്നു, നേരം വെളുക്കുന്നു, കിടക്കുന്നു, നേരം വെളുക്കുന്നു, എണീക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നൂറുകൂട്ടം തിരക്കുമായി നമ്മൾ ഓടുന്നു. അതിന്റെ ഇടയിലാണ് ഒരു കഥപ്പ് വന്നത്. ആളുകൾ പറഞ്ഞു, സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ നീ ഒന്ന് ലാബിൽ കൊണ്ടുപോയി നിന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റിന് കൊടുക്ക്. റിസൾട്ട് പോസിറ്റീവ് ആയാൽ മൂലയിൽ പോയി കിടക്കേണ്ട ജന്മമല്ലേ മനുഷ്യ നമ്മൾ. ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്ക് റിസൾട്ട് പോസിറ്റീവ്. മൂലയിലാ പിന്നെ ജന്മം. അതാ മനുഷ്യൻ. എന്തിന്റെ പിമ്പലത്തിലാ പിന്നെ നമ്മൾ ഈ തുള്ളുന്നത്? വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ ഇലാ ദഹ്രി വകം മിൻ ഫതൻ യംസി വയസ്ബിഹു ആമിനാ വഖദ് നൂസിജത് അക്ഫാനുഹു ഫഹുവ ലാ യദ്രി. കവി പറഞ്ഞു പോയി, വകം മിൻ സഹീഹിൻ, എത്രയെത്ര യുവാക്കളാണ് മാത മിൻ ഗൈരി ഇല്ലതി, പൊടുന്നനെ മരിക്കുകയാണ്. വിത്തൗട്ട് എനി റീസൺ, ഒരു കാരണവും വേണ്ട. പോയി അറ്റാക്ക്. കീഴ്പറമ്പ് എന്റെ സ്ഥാപനം റിവാഹുൽ ഹുദാ ഇസ്ലാമിക് ആൻഡ് ആർട്സ് കോളേജിന്റെ സമീപസ്ഥനായ താമസക്കാരനാകാനിരിക്കുന്ന ഒരു സഹൃദയനായ സുഹൃത്ത്, 45 വയസ്സുള്ള അബ്ദുൽ ഗഫൂർ എന്ന പേരുള്ള ഒരു സഹോദരൻ, ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന്റെ നല്ല മനോഹരമായ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസം കൂടി ഫിനിഷ് വർക്ക് കഴിഞ്ഞാൽ ഹൗസ് വാമിംഗ് ആണ്. നല്ല പൊടിക്കുന്ന രീതിയിലുള്ള കുടിയിരിപ്പ് വീടിരിക്കൽ പരിപാടി നടക്കുകയാണ്. വീട്ടിലേക്ക് കയറിയിരിക്കൽ ചടങ്ങാൻ. എല്ലാ റിസ്ക് എടുത്തിട്ട് രാവും പകലുമില്ലാതെ മനുഷ്യൻ വീട് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഓടിച്ചാടി നടക്കുകയാണ്. മിനിയാന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, മിനിയാന്ന് 10 മണി നേരത്ത് ആ വീട്ടിന്റെ നേരെ പിന്നാമ്പുറത്തുള്ള ചാലിയാർ പുഴയിലേക്കൊന്ന് കുളിക്കാൻ വേണ്ടി പോയി. 2-3 മുങ്ങല് മുങ്ങി തിരിച്ച് കരയിലേക്ക് കയറി. സോപ്പെടുത്തിട്ട് ശരീരത്തിൽ ഇങ്ങനെ തേച്ച് സോപ്പിന്റെ കുമിളകൾ നുരഞ്ഞു പതഞ്ഞു കൊണ്ടിരിക്കുന്ന ശരീരവുമായി ആ മനുഷ്യൻ അവിടെ കുഴഞ്ഞു വീഴുകയാണ്. വെള്ളത്തിലല്ല, കരയില്. ആളുകൾ പോയി നോക്കുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് സോപ്പ് തേച്ചിട്ട് കിടക്കുകയാണ്. ഞെട്ടറ്റ് പോയി സഹോദരാ, വീണുപോയി സഹോദരാ. ലോകം മാറി, ദുനിയാവിൽ നിന്ന് പോയില്ലേ ആ സഹോദരൻ. ഖബറിന്റെ അനുയായി ആയില്ലേ ആ സഹോദരൻ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ടൊരു മണിമന്ദിരത്തെ പണി കഴിപ്പിക്കാൻ അവസാന മിനുക്ക് പണിയിൽ നിൽക്കുമ്പോ ഗൃഹനാഥൻ അതിൽ കിടക്കാൻ ഭാഗ്യമില്ലാതെ മറ്റൊരു മണ്ണിന്റെ വീട്ടിൽ പോയി കിടന്നു. മിനിയാന്ന് വൈകുന്നേരം തുടങ്ങി പുതിയ വീടിന്റെ ഹൗസ് വാമിങ്. ആലോചിച്ച് നോക്കണം നമ്മള്. അതാണ് മാളികപ്പൊൻ തട്ടിലേറി മതിമതിച്ചു സുഖിച്ച് വാഴും മനുഷ്യനിന്റെ മനസ്സിലൊരു ചിന്ത വേണം. മലക്കുൽ മൗതസിറായിലെത്തും ഓർമ്മ വേണം. നേടുവാനാണ് മണ്ണിലോട്ടം, ഒന്നും നേടുകില്ല ഒടുവിൽ മണ്ണിൽ മാത്രം. നേടുവാനാണ് മണ്ണിലോട്ടം, ഒന്നും നേടുകില്ല ഒടുവിൽ മണ്ണിൽ മാത്രം. വാരിക്കൂട്ടി വെച്ചിടേണ്ട വലിയ വലിയ മോഹം വേണ്ട. ഖലാക്കിന്റെ മുമ്പിൽ നമ്മൾ പുൽക്കൊടി. ഖബർ കൊള്ളയാണെന്നോർക്ക് കാലടി. വന്നിടും മുൻകർനക്കീറെ മുന്നിൽ, ആരുമില്ല കൂരിരുൾ ഖബറിൽ. വന്നിടും മുൻകർനക്കീറെ മുന്നിൽ, ആരുമില്ല കൂരിരുൾ ഖബറിൽ. നഫ്സിനെപ്പോൾ കാവലാര് തമസിൽ അല്ലാ മാത്രമാണ്. സ്ഥാനമാനങ്ങൾക്ക് വില ഇല്ലടോ, സാലിഹായൊരമര് മാത്രമാണെടോ. എത്ര മനോഹരമാണ്, എത്ര ഹൃദ്യമാണ് ഈ വരികൾ. ഒന്നുമില്ല, ഈ കണ്ണങ്ങട്ട് ചിമ്മിക്കഴിഞ്ഞാൽ പിന്നെ നഫ്സി അല്ലാഹുവേ ഞാൻ ചെയ്ത അമൽ ഇങ്ങോട്ട് കൊണ്ടുറപ്പേ. ഞാൻ ചോര നീരാക്കി അധ്വാനിച്ച എസ്റ്റേറ്റ് വേണ്ട,
എൻ്റെ പറമ്പ് വേണ്ട, എൻ്റെ ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ വേണ്ട, എൻ്റെ ലക്ഷറി കാറ് വേണ്ട. അല്ലാഹുവേ എൻ്റെ അമലിങ്ങുതാ, എൻ്റെ അമലിങ്ങുതാ. എവിടെ മോനെ അമൽ, എവിടെ മോനെ അമൽ? ചോദ്യം വരികയാണ്. അതുകൊണ്ട് എത്രയെത്ര യുവാക്കളാണ് അവൻ ഇന്ന് രാത്രി പോയി കിടക്കുന്നു, നാളെ നേരം വെളുത്താൽ പുതപ്പ് മാറ്റിയിട്ട് എണീറ്റ് വരികയാണ്. അവന് തോന്നി എല്ലാ ദിവസവും ഇങ്ങനെ കിടക്കും, എല്ലാ ദിവസവും ഇങ്ങനെ എണീക്കും. ഒരു ദിവസം ആ കടുത്തം മാത്രമാകും, എണീക്കലുണ്ടാകൂല എന്നവൻ മനസ്സിലാക്കുന്നില്ല. ഈ ഓട്ടത്തിന്റെ ഇടയിൽ എൻ്റെ യുവാവെ നമ്മൾ മനസ്സ് മനസ്സിലാക്കേണ്ട മറന്നുപോയൊരു സത്യമുണ്ട്. നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ കഫൻപുട എത്തിപ്പോയി. നമ്മുടെ പരിസരത്തിലുള്ള ഏതോ ടെക്സ്റ്റൈൽസിന്റെ ഷോറൂമിൽ റോളായി മടക്കായി വെള്ളശീല എത്തിക്കഴിഞ്ഞു. ആ വർത്താനം തന്നെ അവൻ അറിഞ്ഞില്ല. അപ്പുറത്ത് കാണുന്നത് ഹജ്ജിന് പോകുമ്പോ സംസം വെള്ളത്തില് പുതിയ കഫംപുട മുക്കിയെടുത്തിട്ട് ഉണക്കിയിട്ട് ഇനി അത് വെള്ളം തട്ടാൻ പാടില്ല, എനിക്ക് അവസാന യാത്ര പോകുമ്പോ കൊണ്ടുപോകാനുള്ള ഡ്രസ്സാണ് എന്ന് പറയുന്ന ഹജ്ജുമ്മയാണ്. പുറത്ത് കാണുന്നത് സിനിമ ടാക്കീസിന്റെ മുമ്പിൽ പുതിയ സിനിമക്ക് വേണ്ടി ബ്ലാക്ക് ടിക്കറ്റ് ഒപ്പിച്ചിട്ട് കരിഞ്ചന്തക്ക് ടിക്കറ്റ് ഒപ്പിച്ചിട്ട് കാവൽ നിന്നിട്ട് വെയിൽ കൊണ്ടിട്ടും ക്ഷമാശീലനാകുന്ന യുവാവിനെയാണ്. എന്തൊരു കോൺട്രഡിക്ഷനാണ്. നമ്മൾ ചിന്തിക്കണം. ബോധത്തിന്റെ കുറവുകൊണ്ട് മാത്രമാണ് ബോധം കൊടുക്കലുകൾ ഉണ്ടാകുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാട്സപ്പിലൂടെ വയലിന്റെ ക്ലിപ്പ് കേട്ടിട്ട് സകാത്തിന്റെ അളവ് ഒരു വർഷത്തെ കാൽക്കുലേഷൻ മൊത്തം മുതൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ 2.5% എത്രയെന്ന് നോക്കിയിട്ട് അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത യുവാക്കൾ ഈ 2016 റമദാനിന് കണ്ടിട്ടുണ്ട്. എന്താ മാറ്റമാണ്? അല്ലാഹുവേ, നീ ഏതൊക്കെ കൽബുകളിലേക്കാണോ മാറ്റങ്ങളെ ഇട്ടുകൊടുക്കണം എന്ന് തീരുമാനിച്ചത്, ആ കൽബിന്റെ ഉടമകൾ നന്നാകും തീർച്ചയാണ്. ആ പ്രതീക്ഷയിലാണ് ഈ പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇതാരെയും ബോധ്യപ്പെടുത്താനല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തി എന്ന് പറയാനല്ല. ഇത് ഒരാള് മാറിയാൽ അതാണ് ഭൂഷണം എന്ന് വിളംബരം ചെയ്യാനുള്ള പരിപാടിയാണ്. അല്ലാഹു ആ അർത്ഥത്തിൽ ഈ പരിപാടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും നമ്മുടെ സംഘാടകർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ സുദീർഘമായി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ദുആ ചെയ്യേണ്ടതുണ്ട്, ദുആയിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. നാളെ നേരത്തെ തുടങ്ങും. പ്രിയപ്പെട്ട സിംസാറുൽ ഹഖ് ഹുദവി ഉസ്താദ് അവർകൾ നേരത്തെ തന്നെ എത്തിച്ചേരുന്നതാണ്. എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണം എന്ന് പറയുന്നത് ശബ്ദഘോഷങ്ങളല്ല, ബഹളങ്ങളല്ല, വളരെ സൈലന്റായി, വളരെ കാം ആൻഡ് ക്വൈറ്റായി, കോൺസെൻട്രേഷനോടുകൂടെ, നല്ല ഏകാഗ്രതയോടുകൂടെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പഠനാർഹമായ ഒരു പ്രഭാഷണമാണ്. എല്ലാവരും നേരത്തെ എത്തുക. കേരളത്തിലെ ഗ്രാമങ്ങളൊക്കെ നോമ്പ് നോറ്റ് കാത്തിരിക്കുകയാണ് ആ യുവാവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. 2018 വരെ ബുക്ക് ചെയ്ത് പോയിപ്പോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് അദ്ദേഹത്തെ വീണ് കിട്ടിയിരിക്കുന്നത്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം പണ്ഡിതന്മാരിലൂടെ അള്ളാഹു നമ്മുടെ ഇസ്സത്തിനെ ഉയർത്തുമാറാകട്ടെ. സമസ്തയുടെ ആലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്തിനെയും ദീർഘായുസിനെയും ആഫിയത്തിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളോട് വിട പറഞ്ഞു പോയ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, ബഹുമാന്യനായ നമ്മുടെ നായകൻ കോയക്കുട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉമർ അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള സാത്വികരായ പണ്ഡിതർ, മാനു ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതർ, അള്ളാഹുവേ, നീ അവരുടെയൊക്കെ ഉഖ്റവിയും ബർസഖിയുമായ ദർജ ഉയർത്തണേ റബ്ബേ. പഠിച്ചോനെ, ആ മഹാരഥന്മാരോട് കൂടെ സ്വർഗത്തിൽ പാവങ്ങളായി ഞങ്ങൾക്കൊരു സീറ്റ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, SKSSF-ന്റെ ഈ കുട്ടികൾ, ഞങ്ങളുടെ ചെറുപ്പക്കാര്, കൺമണികളായി ഞങ്ങളുടെ ചെറുപ്പക്കാര് ഓടിച്ചാടി നടക്കുന്നത് ഒരു റിഡക്ഷൻ, ഒരു കമ്മീഷൻ, ഒരു ശമ്പളം പ്രതീക്ഷിച്ചിട്ടല്ല, വോളണ്ടിയറി, പ്രതിഫലം കാക്ഷിക്കാത്ത പ്രവർത്തനത്തിനാണ് ഇംഗ്ലീഷിൽ വോളണ്ടിയറി വർക്ക് എന്ന് പറയുന്നത്. ആ വർക്ക് ചെയ്യുന്ന ആളാണ് വോളണ്ടിയർ. അതുകൊണ്ട് അല്ലാഹുവേ, അവർ കാക്ഷിക്കുന്ന പ്രതിഫലം ഞങ്ങളുടെ സമസ്തയുടെ ആലിമീങ്ങളുടെ കൂടെ സ്വർഗം കിട്ടാനാണ്, വേറൊന്നുമല്ല. അല്ലാഹുവേ, അത്തരം ഒരു ലക്ഷ്യത്തെ നീ സാക്ഷാത്കരിച്ച് തരണേ അല്ലാഹ്, പൂർത്തീകരിച്ച് തരണേ അല്ലാഹ്. നമുക്ക് ദുആയിലേക്ക് കടക്കണം. ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, കിഡ്നി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്.
പിന്നെ കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ എന്ന് പറയുന്ന നോർമൽ ആണെങ്കിലും ആക്ച്വലി സീരിയസ് ആയ ഇത്തരം കേസുകളുമായിട്ട് മല്ലിടുന്ന ആളുകളുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, നീറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ദുഃഖങ്ങൾ, കടം, സന്താനമില്ലായ്മ, കല്യാണം ശരിയാവാത്ത പ്രശ്നങ്ങൾ, കണ്ണീർ, നാഫലം, സിഹർ, ഇങ്ങനെ ഒരുപാട് പ്രശ്നകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ തരുന്ന വാക്സിനേഷനും പ്രിവെൻഷനും ദുആഅണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ ദിവസവും ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പകലിൽ 3 പ്രാവശ്യവും രാത്രി 3 പ്രാവശ്യവും ചെയ്തു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ ലം യുസിബഹു അവന് ഒരു ബലാവും അവനെ തൊട്ട് തീണ്ടുകയില്ല. നമ്മുടെ പ്രിവെൻഷൻ, നമ്മുടെ സെക്യൂരിറ്റി ദിക്റാകണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ സദസ്സിൽ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നേടിയെടുത്ത, എൻ്റെ ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയാൻ, നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു മെസ്സേജ് ഇതാകണം. പകല് നേരം വെളുത്തു കഴിഞ്ഞാൽ എനി ടൈം ഓർമ്മയാകുന്ന സമയം 3 വട്ടം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. രാത്രിയിലേക്ക് കടന്നു പോയാലും 3 വട്ടം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടയുന്നത് വരെ അതൊരു ശീലമാകട്ടെ. അള്ളാഹു അതുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. സ്വലാത്ത് നിങ്ങൾ പതിവാക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. മുസ്തഫാ നബിയുടെ പേര്, അള്ളാന്റെ റസൂലിന്റെ പേര് കേട്ടാൽ തന്നെ സ്വലാത്ത് ചെല്ലണം. അത് ഓട്ടോമാറ്റിക്കലി വരുന്നു. എവിടെ കേട്ടാലും, ആര് പറയുന്നത് കേട്ടാലും, അത് എന്തിനാകണമെന്നില്ല, അങ്ങനെ ചെല്ലുക. സ്വലാത്ത് നമ്മുടെ ശീലമാക്കി കഴിഞ്ഞാൽ ദുനിയാവിൽ തന്നെ അള്ളാഹു അഭിവൃദ്ധി തരും, മനസ്സിന് സൗഖ്യം തരും. ഇദൻ തുക്ഫാ ഹമ്മുക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വന്നാണ്ട്, ഞാൻ അങ്ങനെ ചെല്ലട്ടെ. എത്ര ചെല്ലണം അല്ലേ? കമാ ജഅലു ലക സ്വലാത്തി അലൈക യാ റസൂലല്ലാഹ്. അപ്പൊ പറഞ്ഞു, മാ ശിഅത ഫഇൻ സിദ്ത ഫഹുവ ഖൈറുൽ ലക. ഉദ്ദേശിച്ച അത്ര ചൊല്ലിക്കോ, ഒന്നും കൂടി കൂട്ടി ചൊല്ലിയാൽ അത് നിനക്ക് ഖൈറാണ്. അപ്പൊ പറഞ്ഞു, അജ്അലു ലക സ്വലാത്തി കുല്ലഹ. എൻ്റെ ഒഴിവ് സമയം മുഴുവൻ അങ്ങേക്ക് സ്വലാത്തെല്ലാം തീരുമാനിച്ചു. അപ്പൊ നബി തങ്ങൾ കൊടുത്ത ഓഫർ എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദൻ അങ്ങനെയാണെങ്കിൽ ഉബയ്യേ തുക്ഫാ ഹമ്മുക, നിന്റെ എല്ലാ ടെൻഷനും പമ്പ കടക്കും. അത് ദുനിയാവിലെ പ്രശ്നമാണല്ലോ ഈ ടെൻഷൻ. ഇന്നിപ്പോ സമ്പത്തുണ്ട്, എല്ലാ സാധനമുണ്ട്, സ്വസ്ഥത, ഇതൊക്കെ നേടിയിട്ട് ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് ഈസി കസാലയിൽ ഇരിക്കാൻ കഴിയണില്ലല്ലോ. എന്താന്നറിയില്ല, ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല, ഒരു സ്വസ്ഥതയില്ല. ആ സ്വസ്ഥത തിരിച്ചു കിട്ടാൻ സ്വലാത്താണ് സിദ്ധൌഷധം. രണ്ടാമത്തെ പ്രതിവിധി നബി തങ്ങൾ പറഞ്ഞത്, രണ്ടാമത്തെ ബെനിഫിറ്റ് പറഞ്ഞത്, വത്തുഗ്ഫറു ലക ദംബുക, എല്ലാ ദോഷങ്ങളും സ്വലാത്തിലൂടെ മായ്ക്കപ്പെടുന്ന. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വേറെ പറയാതെ തന്നെ സ്വലാത്ത് കൊണ്ട് നിന്റെ ദോഷം പൊറുക്കപ്പെടും. വല്ലാത്ത ഓഫറാണ്. ജീവിതത്തിൽ കണക്ക് വെക്കണ്ട, ചില ദിക്റുകളൊക്കെ കണക്ക് വെക്കണമെന്ന. സ്വലാത്തിന് നിങ്ങൾ തഅയ്യുന് വെക്കണ്ട, മുഅയ്യനാക്കണ്ട, അൺലിമിറ്റഡ്, കൗണ്ടർ ഇല്ലാതെ തന്നെ അൺലിമിറ്റഡ്. ഈ ഓല കറക്കുമ്പോഴും സ്വലാത്ത്, ഭക്ഷണം വെക്കുമ്പോഴും സ്വലാത്ത്, ശുദ്ധിയിലും സ്വലാത്ത്, അശുദ്ധിയിലും സ്വലാത്ത്, ശ്രദ്ധയിലും സ്വലാത്ത്, അശ്രദ്ധയിലും സ്വലാത്ത്. ഇങ്ങനെ മറ്റു ദിക്റൊന്നും പറ്റൂല. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് ഒരാൾ ജനാബത്തുകാരനായിട്ട് ചെല്ലുകയാണെങ്കിൽ, അല്ലാഹുവേ ഇത് ദിക്റാണ് എന്നുള്ളതിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ചെല്ലാൻ അനുവദനീയമാണ്. അല്ലാതെ ഇത് ഖുർആനിൽ ഒരു ആയത്താണ് എന്ന ഹൈഫിയത്തിൽ ചെല്ലുകയാണെങ്കിൽ ജനാബത്തുകാരന് ഖുർആന് പറ്റൂല, ഹൈദുകാരിക്ക് ഖുർആന് പറ്റൂല, വലിയ അശുദ്ധിയുള്ള ആണിനും പെണ്ണിനും ഖുർആന് പാരായണം ചെയ്യാൻ പറ്റൂല. അത് ദിക്റാണ് എന്ന രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ദിക്റായി വന്ന ആയത്തുകൾ. അപ്പൊ അത്രയും റെസ്ട്രിക്ഷൻ ഇസ്ലാം മറ്റ് ആയത്തുകൾക്ക്, ദിക്റുകൾക്ക് കൊടുക്കുമ്പോ സലാത്ത് അങ്ങനെയല്ല. എനി ടൈം നിങ്ങൾക്ക് സ്വലാത്ത് എല്ലാം, എത്രയും നിങ്ങൾക്ക് സ്വലാത്ത് എല്ലാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. നിങ്ങളെ കൂട്ടത്തിൽ ദുഹാ പതിവാക്കുന്ന ആൾക്കാർ, തഹജ്ജുദ് മുടക്കാത്ത ആൾക്കാർ, ഇങ്ങനെ കുറെ ദുആക്ക് മുമ്പ് ചില നിർദ്ദേശങ്ങൾ. ഇന്ന് പരിപാടി കഴിഞ്ഞു സബ് വിങ്ങുകളുടെ ചെയർമാൻ, കൺവീനർ എന്നിവരുടെ മീറ്റിംഗ്
ഈ പന്തലിനകത്ത് വെച്ച് നടത്തപ്പെടും. എല്ലാവരും അതിൽ സംബന്ധിക്കണം. അതുപോലെ തന്നെ നാളെ ബഹുമാനപ്പെട്ട സിൻസാൽ ഹഖ് ഹുദവി ഇൻഷാ അല്ലാഹ് വളരെ നേരത്തെ തന്നെ എത്തുമെന്നാണ് അറിയിക്കപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിശ്ചിത സമയത്ത് പരിപാടി ആരംഭിക്കും എന്നത് നിങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം, സ്ത്രീ വളണ്ടിയേഴ്സ് നാളെ 6 മണിക്ക് തന്നെ ഗ്രൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് അറിയിക്കാനുള്ള ചില കാര്യങ്ങൾ, ഒരുപാട് ആളുകൾ ഈ വിഷയ സംബന്ധമായി സമീപിക്കപ്പെട്ടപ്പോൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അറിയിക്കുന്നു. കാല് ആക്സിഡന്റിൽ അപകടത്തിൽപ്പെട്ട് കാല് മുറിച്ച് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു സുഹൃത്ത്, അതുപോലെ തന്നെ കണ്ണ് നഷ്ടപ്പെട്ട് ബ്രെയിനിന് പഴുപ്പ് ബാധിച്ച് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുട്ടി, അതുപോലെ നമ്മുടെ നാട്ടിൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വിദേശത്ത് കഴിയുന്ന നമ്മുടെ സംഘാടകർ, ഒരുപാട് നിയമകുരുക്കൾപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ ഉസ്താദിനോട് ആവശ്യപ്പെടുന്നു. ഈ പറയപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നാളെ എല്ലാവരും സമയത്തിന് തന്നെ എത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നാളെ സ്ത്രീകളുടെ സംവിധാനം, ഈ കാണുന്ന ഹാള്, ഈ ഭാഗവും അതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന ഈ വീടുമാണ് സ്ത്രീകൾക്ക് ഒരു ഭാഗത്ത് സംവിധാനിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്ന് വരുന്ന സ്ത്രീകൾ ഇവിടെ മാട്ടിൽ കുഞ്ഞാവയുടെ വീട്ടിൽ നിങ്ങൾക്ക് സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇടം ഈ സ്റ്റേജിന്റെ ബാക്കിൽ കാണുന്ന പാലപ്പെട്ടിയിൽ സൈദലവി ഹാജിയുടെ മകന്റെ വീട് പണി നടക്കുന്ന ആ ഗ്രൗണ്ടും സ്ത്രീകൾക്ക് വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് LCD പ്രൊജക്ടറോട് കൂടി പരിപാടി വീക്ഷിക്കാനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. പടിഞ്ഞാറ് സുപ്രഭാതത്തിൽ നിന്ന് വരുന്ന സ്ത്രീകൾ ആ ഭാഗത്ത് സൈദലവി ഹാജിയുടെ ഗേറ്റിലൂടെ കയറി ആ ഭാഗത്ത് റിപ്പോർട്ട് പരിപാടി വീക്ഷിക്കാവുന്നതാണ്. ഇവിടെ വരുന്നവർ അതുപോലെ ഈ ഭാഗവും സംവിധാനം ചെയ്യും. നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എല്ലായിടത്തും വനിതാ വളണ്ടിയേഴ്സിനെ വിനിയോഗിക്കുന്നുണ്ട്. അവരുമായി കൂടിയാലോചിച്ച് നിങ്ങളുടെ സൗകര്യങ്ങൾ കണ്ടെത്തേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ ഇന്ന് പരിപാടി കഴിഞ്ഞ് സ്ത്രീകളും പുരുഷന്മാരും സംഗമിച്ച് പോകുന്ന ഒരു രീതി ഒഴിവാക്കി ആണുങ്ങൾ സദസ്സ് വിട്ട് ഏകദേശം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സഹോദരന്മാർ സദസ്സിന് നിലനിൽക്കാൻ പാടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുകയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറയപ്പെട്ട ലിസ്റ്റൊക്കെ വായിച്ചു. അതുപോലെ ഈ വർഷം ഹജ്ജിന് ഉദ്ദേശിക്കുന്ന ഒരു സഹോദരി മുട്ടുവേദന പ്രത്യേകം ഷിഫയാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. സ്വാലിഹായ സന്താനം ഉണ്ടാകാൻ ദുആ ചെയ്യാൻ മറ്റൊരാൾ. അപകടത്തിൽ കാലി മുറിക്കപ്പെട്ട് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കഴിയുന്ന യുവാവിന് വേണ്ടി അർഷാദ് എന്ന് പറയുന്ന യുവാവ്, അള്ളാഹുവേ നീ ഇത്രയും പെട്ടെന്ന് ആയുരാരോഗ്യവും ശമനവും പ്രദാനം ചെയ്യണേ അള്ളാഹ്. 10 വയസ്സുള്ള കുട്ടി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് അത് ബ്രെയിനിലേക്ക് അതിൻ്റെ ഇൻഫെക്ഷൻ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. നമ്മളൊക്കെ ചിന്തിക്കണം, ഇതൊക്കെ കേൾക്കുമ്പോൾ പഠിച്ചോനെ ഞങ്ങളൊക്കെ എത്ര വലിയൊരു ഖൈറിലാണ്. മാത്രമല്ല അവരുടെ കൂടെ നമ്മൾ നിൽക്കണം, മാനസികമായും പ്രാർത്ഥനയോടുകൂടെയും. അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ, അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. നേരത്തെ മരണപ്പെട്ടു പോയ സുഹൃത്ത് യാക്കൂബിന് വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറയാം. അൽഹംദുലില്ലാഹി യാ അല്ലാഹു വൽ ഇസ്സത്തു ലക യാ അല്ലാഹു വൽ കിബ്രിയാഉ ലക യാ അല്ലാഹു വൽ അളമത്തു ലക യാ അല്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم إنا نحمدك ونستعينك ونستهديك ونؤمن بك ونتوكل عليك ونثني لك الخير كله. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم اغفر لنا ذنوبنا واستر عيوبنا وفرج همومنا واكشف غمومنا وحسن أخلاقنا وحقق رجاءنا وبلغ آمالنا وصحح أجسامنا وامح ما كان منا من سيئاتنا وتقبل حسناتنا وكن معنا حيث كنا ولا تكن علينا يا رب العالمين. اللهم كن معنا حيث كنا. اللهم هذا الدعاء في مجلس علمنا هذا
ومنك الإجابة وعليك التكلان وعلينا البلاء اللهم علينا البلاء ولا حول ولا قوة إلا بك يا ذا الجلال والإكرام اللهم استجب دعوتنا اللهم لا تردن أيدينا خائبين خاسرين اللهم ربنا إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا ويقينا صادقا وإيمانا كاملا وعمرا واسعا في طاعتك ومرضاتك طويلا اللهم فرج هم المهمومين من المسلمين اللهم نفس كرب المكروبين من المسلمين اللهم اقض الدين عن المدينين من المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم آنس وحشاتنا في قبرنا إذا علانا التراب وتقطعت بنا الأسباب وانصرف عنا الأحباب وأتانا الملكان المنكر والنكير إلى قبرنا للسؤال والجواب اللهم ثبتنا بالقول الثابت ولقنا الجواب يا رب العالمين اللهم اجعل ملك الموت عزرائيل عند قبض روحنا شفيقا رؤوفا لطيفا رحيما يا ذا الجلال والإكرام اللهم اختم آجالنا بكلمة التوحيد لا إله إلا الله توفنا وأهلنا ومن لنا مسلمين وألحقنا وإياهم بالصالحين اللهم اجعل القرآن نور قلوبنا وضياء صدورنا وربيع علومنا وذهاب همنا وجلاء حزننا وصديقنا في الصراط يا رب العالمين يا رب العالمين يا إله العالمين ويا رب العرش العظيم അല്ലാഹുവേ ഈ കൂടിയത് ഈ പറയുന്നത് ഈ കേൾക്കുന്നത് ഈ പിരിയുന്നത് സ്വാലിഹായ അമലായി സ്വീകരിക്കൂ റബ്ബേ മീസാൻ എന്ന തുലാസിന്റെ നന്മയുടെ തട്ടിൽ ഈ കൂടിയതിന്റെ ഭാരം നീ കാണിക്കണേ റബ്ബേ നാളെ ഖബറിൽ ഈ കൂടിയതിന്റെ ഹുർമത്ത് ഫള് ഫൈള് നീ കാണിക്കണേ റബ്ബേ മരിക്കുന്ന നേരത്ത് ഈ കൂടിയതിന്റെ പുണ്യം ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ ഇസ്രായീൽ അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് വളരെ സ്പഷ്ടമായി കലിമ ചൊല്ലി പുഞ്ചിരി തൂകി മരിക്കാൻ കണ്ണടക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തു റബ്ബേ ദുർമരണം നൽകല്ല റബ്ബേ അല്ലാഹുവേ ദുർമരണം നൽകല്ല റബ്ബേ അല്ലാഹുവേ അപകടങ്ങൾ നൽകല്ല റബ്ബേ അല്ലാഹുവേ കീറി മുറിക്കുന്ന രോഗങ്ങൾ നൽകല്ല റബ്ബേ പടച്ചോനെ ഉയർത്തിയ കൈകളെ നീ വൃഥാവിലായി മടക്കല്ല റബ്ബേ അല്ലാഹുവേ കടം കൊണ്ട് വലയുന്നവരുണ്ട് വീട്ടണേ റബ്ബേ വീട്ടാൻ സഹായിക്ക റബ്ബേ വീടില്ലാത്തവർക്ക് കിടപ്പാടം കൊടുക്ക റബ്ബേ സൗകര്യപ്രദമായ വീട് കൊടുക്ക റബ്ബേ റാഹത്തായ ജോലി കൊടുക്ക റബ്ബേ ഒരുപാട് പ്രവാസികളാണ് ഗൾഫ് അസ്ഥാനത്താവുകയാണ് എന്ന ആശങ്കക്കിടയിൽ ജീവിക്കുന്നത് അല്ലാഹുവേ ആ പ്രവാസികളുടെ പച്ചപ്പ് അല്ലാഹുവേ നീ നിലനിർത്തി കൊടുക്ക റബ്ബേ അല്ലാഹുവേ അവരുടെ ജോലിയിൽ അഭിവൃദ്ധി കൊടുക്ക റബ്ബേ പടച്ചോനെ കുഞ്ഞു മക്കൾ പെൺമക്കൾക്ക് വേണ്ടി സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ അവരെ കെട്ടിച്ചയക്കാൻ പോലും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹുവേ അത്തരം അവർക്ക് ഇണകളെ കണ്ടെത്തുന്നതിന്റെ മുമ്പിലുള്ള സകല പ്രതിബന്ധങ്ങളെയും അല്ലാഹുവേ തട്ടിമാറ്റി കൊടുക്കണേ റബ്ബേ ആ പെൺമക്കളുടെയൊക്കെ കല്യാണങ്ങളെ എളുപ്പത്തിലാക്കി കൊടുക്ക റബ്ബേ അല്ലാഹുവേ ഞങ്ങളൊക്കെ മക്കളെ സ്വാലിഹീങ്ങളാക്ക റബ്ബേ മക്കൾ കാരണം നട്ടെല്ല് നിവർത്തിയിട്ട് ഇസ്സത്തോടെ തല ഉയർത്താനുള്ള ഭാഗ്യം ഈ രക്ഷിതാക്കൾക്ക് തരണേ റബ്ബേ മക്കൾ കാരണം തല താഴ്ത്തേണ്ട ഗതികേട് ഒരു രക്ഷിതാവിനും തരല്ല റബ്ബേ ഞങ്ങൾ അത്തരം മക്കളുടെ രക്ഷിതാക്കളാക്കല്ല റബ്ബേ പടച്ചോനെ ഞങ്ങളെ നല്ല മക്കളുടെ രക്ഷിതാക്കളാക്കണേ റബ്ബേ അല്ലാഹുവേ കണ്ണ് മഞ്ഞളിക്കുന്ന ഈ കാലത്ത് ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കള് പുറത്തേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ ഞങ്ങളെ കൗമാരക്കാരെ നിന്റെ നിയന്ത്രണത്തിലാക്ക് റബ്ബേ ഞങ്ങൾ എവിടെയാണെങ്കിലും അവരെ നിന്റെ നിയന്ത്രണത്തിലാക്ക് റബ്ബേ CCTV ക്യാമറയിലൂടെ പെൻ ക്യാമറയിലൂടെ മക്കളുടെ സംഭാഷണങ്ങളെ റെക്കോർഡ് ചെയ്തിട്ട് അതിന് പണിഷ്മെന്റ് കൊടുത്തിട്ട് മക്കളെ തർബിയത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയൂല റബ്ബേ അവരെ നിന്റെ നിയന്ത്രണത്തിലാക്ക് റബ്ബേ അല്ലാഹുവേ പാപങ്ങളെ പൊറുക്ക് അല്ലാഹുവേ ദോഷങ്ങളെ മായ്ക്ക് അല്ലാഹ്